ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ജിബി ഇത് ദൈവസ്നേഹമോ എന്ന പേരിൽ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ തയ്യാറാക്കിയ വീഡിയോ സുഹൃത്തുക്കൾ കണ്ടിരിക്കുമല്ലോ. ഏകദേശം 30 മിനിറ്റ് ദൈർഘ്യം വരുന്ന ആ വീഡിയോയിൽ 30ഓളം പോയിന്റുകൾ ഡോക്ടർ ഗോപാലകൃഷ്ണൻ എന്നോട് ചോദിക്കുകയുണ്ടായി. അതിൽ ഏകദേശം 10 എണ്ണത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് പാർട്ട് 1 എന്ന പേരിൽ ഞാനതിനൊരു മറുപടി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ അതിൻ്റെ പാർട്ട് 2 ബാക്കിയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഈ പാർട്ട് 2-ൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രവചന പുസ്തകം, ബൈബിളിലെ പ്രവചന പുസ്തകങ്ങളിൽ നിന്ന് ഡോക്ടർ ഗോപാലകൃഷ്ണൻ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ മറുപടിയാണ്. സുഹൃത്തുക്കൾ ആദ്യത്തെ വീഡിയോ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. തുടർന്നുള്ള എൻ്റെ വാക്കുകൾ ഡോക്ടർ ഗോപാലകൃഷ്ണനോടുള്ള മറുപടിയാണ്. സാറ് പാർട്ട് 1 വീഡിയോ കണ്ടിരിക്കുമല്ലോ. സാറ് ചോദിച്ച ആദ്യ ചോദ്യങ്ങൾ ആവർത്തന പുസ്തകം, പുറപ്പാട് പുസ്തകം, ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാമുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ പാർട്ട് 1-ൽ മറുപടി തന്നു. ഇനി പറയാൻ പോകുന്ന മറുപടികൾ യെശയ്യാവ്, യിരെമ്യാവ് തുടങ്ങിയ പ്രവചന പുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. പ്രവചന പുസ്തകങ്ങളെപ്പറ്റി പറയുമ്പോൾ ഒരല്പം പശ്ചാത്തലം, ചരിത്രം അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരല്പം വിശദീകരണം അതിനാവശ്യമുണ്ട്. എന്താണ് ഈ പ്രവചന പുസ്തകങ്ങൾ? എന്തിനാണ് ഈ പ്രവചന പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്? ആരാണ് എഴുതിയത്? ആർക്ക് വേണ്ടിയാണ് എഴുതിയത്? ഏത് കാലയളവിലാണ് എഴുതിയത്? എന്താണ് അതിൻ്റെ സന്ദേശം? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ സാറ് ചോദിച്ചിട്ടുള്ള യെശയ്യാവ്, യിരെമ്യാവ് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി തരുവാൻ കഴിയുള്ളൂ. ഏകദേശം 430 വർഷം യഹൂദന്മാർ മിസ്രൈമിൽ, അതായത് ഈജിപ്തിൽ അടിമകളായിരുന്നു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ചത് യഹോവയായ ദൈവമാണ്. അവിടുന്ന് അവരെ മോചിപ്പിച്ച് മരുഭൂമിയിൽ കൂടെ നടത്തി അവർക്ക് അവകാശമായി കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കനാൻ നാട് കൊടുക്കുവാൻ വേണ്ടി അവരെ മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ടുവന്നു. ഈജിപ്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഈ ഇസ്രായേൽ ജനമെന്ന് പറയുന്നത് 1000-ഓ 2000-ഓ അടങ്ങിയ ഒരു ചെറിയ സംഖ്യയായിരുന്നില്ല. ഏകദേശം 20 ലക്ഷം പേർ അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹമായിട്ടാണ് അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്നത്. അവർക്ക് നേതാവായി അവരെ നിയന്ത്രിക്കേണ്ടതിന് വേണ്ടി യഹോവ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് മോശ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മോസസ് എന്ന് പറയും. മോശയാണ് അവരെ മരുഭൂമിയിൽ കൂടി നടത്തി കൊണ്ടുവന്നത്. അങ്ങനെ ഈ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ നടന്ന് വന്നപ്പോൾ സീനായ് എന്ന് പറയുന്ന ഒരു മലയുടെ പർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ വെച്ച് യഹോവ അവർക്ക് പ്രത്യക്ഷനായി. മോശ മുഖാന്തരം, മോശയിലൂടെ ഇസ്രായേൽ ജനത്തോട് യഹോവ സംസാരിച്ചു. എന്നു മാത്രമല്ല, സീനായിയുടെ താഴ്വാരങ്ങളിൽ വെച്ച് യഹോവയും ഇസ്രായേൽ ജനവും യഹൂദന്മാരും തമ്മിൽ ഒരു നിയമം ചെയ്തു. ഇംഗ്ലീഷിൽ അതിനെ കവനന്റ് എന്നാണ് പേര് പറയുന്നത്. ദ കവനന്റ് ഓഫ് സീനായ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആ നിയമപ്രകാരം, അല്ലെങ്കിൽ അതിനൊരു എഗ്രിമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അതുപ്രകാരം യഹോവയ്ക്കും ഇസ്രായേൽ ജനത്തിനും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. യഹോവയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇസ്രായേലിനെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും അവർക്കൊരു രാജ്യം കൊടുക്കുകയും ചെയ്യുക. അത് എഴുതിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് യഹോവയുടെ ഉത്തരവാദിത്വം. സീനായ് നിയമത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായി കാണുവാൻ കഴിയുന്നത് പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിലാണ്. അടുത്തത് ഇസ്രായേലിൻ്റെ ഉത്തരവാദിത്വം. ഇസ്രായേലിൻ്റെ ഉത്തരവാദിത്വം പറയുന്നത് യഹോവയെ ആരാധിക്കുക, യഹോവയുടെ നിയമങ്ങൾ പാലിക്കുക, അനുസരിക്കുക. അത് പറഞ്ഞിരിക്കുന്ന പുറപ്പാട് 20 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളാണ്. 20, 21, 22, 23 അധ്യായങ്ങൾ. യഹോവ അത് വളരെ വ്യക്തമായി ആ നിയമങ്ങളോടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ നിയമം ഉറപ്പാക്കുന്നു, ആ എഗ്രിമെൻ്റ് സൈൻ ചെയ്യുക എന്ന് പറയുന്ന പോലെ നിയമം ഉറപ്പാക്കുന്നത് പുറപ്പാട് 24-ൻ്റെ 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. എന്തിനാണ് യഹോവ ഇങ്ങനൊരു നിയമം ഉണ്ടാക്കിയത് അവരുമായിട്ട്? എൻ്റെ
രണ്ടാമത്തെ വീഡിയോ ഭാരതം ക്രിസ്തുമതത്തിലേക്ക് പാർട്ട് 2-ൽ ഞാനത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യഹോവ ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തു. അവരെ തിരഞ്ഞെടുത്തത് അവരെ അനുഗ്രഹിക്കുക, അവരിലൂടെ ഈ ഭൂമിയിലുള്ള സകല ജനത്തെയും അനുഗ്രഹിക്കുക എന്നൊരു പദ്ധതിയിലാണ് അവരെ തിരഞ്ഞെടുത്തത്. കാരണം അന്നുണ്ടായിരുന്ന ജനങ്ങളെല്ലാം ദുഷ്ടത പ്രവർത്തിച്ച് നിഷ്ഠൂരന്മാരായി ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരായിരുന്നു. അവരുടെ ഇടയിൽ നിന്നാണ് ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുക്കുന്നത്. അബ്രഹാം എന്ന വ്യക്തിയിലൂടെ തിരഞ്ഞെടുക്കുന്ന ഇസ്രായേൽ ജനം. ആ ജനത്തെ തിരഞ്ഞെടുത്ത് അവരെ മരുഭൂമിയിൽ കൂടെ നടത്തി അവർക്ക് അവകാശമായി കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലം കനാൻ ദേശം, എന്ന് പറയുന്ന സ്ഥലം അവർക്ക് കൊടുത്തു. അങ്ങനെ അവരൊരു രാജ്യമായി ദ കിങ്ഡം ഓഫ് ഇസ്രായേൽ എന്ന പേരിൽ അവർ നിലവിൽ വന്നു. അവർക്ക് എല്ലാവിധ സമ്പൽ സമൃദ്ധിയും എല്ലാവിധ അനുഗ്രഹങ്ങളും യഹോവ കൊടുത്തു. അതെല്ലാം കൊടുത്ത് വർഷങ്ങൾ മുന്നോട്ട് കഴിഞ്ഞപ്പോൾ അവർ യഹോവയെ മറന്നു. യഹോവയെ ഉപേക്ഷിച്ചു എന്നുള്ളത് മാത്രമല്ല, മറ്റ് ദേവന്മാരുടെ പിന്നാലെ അവർ പോയി. എന്നു മാത്രമല്ല, ദേവപ്രീതിക്ക് വേണ്ടി നരബലി നടത്തുക, സ്വന്തം പുത്രിപുത്രന്മാരെ വെട്ടി തീയിലിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ പെൺകുട്ടികളെ വേശ്യാവൃത്തിക്ക് അയക്കുക, ഇങ്ങനെ വളരെ നികൃഷ്ടമായ ആരാധനാ രീതികളും വളരെ നിഷ്ഠൂരമായ ജീവിത രീതികളും എല്ലാം അവർ അവലംബിച്ചു. ഇതൊക്കെ യഹോവയ്ക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. കാരണം യഹോവ കൊടുത്ത എല്ലാ നിയമങ്ങളും ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദന്മാർ കാറ്റിൽ പറത്തി. അങ്ങനെ ഇസ്രായേൽ ജനം യഹോവയിൽ നിന്ന് അകന്ന് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി യഹോവ ഇസ്രായേലിനോട് സംസാരിക്കുവാൻ തിരഞ്ഞെടുത്ത വ്യക്തികളാണ് പ്രവാചകന്മാരെന്ന് പറയുന്നത്. ഇസ്രായേൽ ജനത്തിനിടയിൽ നിന്ന് തന്നെ ചില വ്യക്തികളോട് യഹോവ ഇടപെട്ട് സംസാരിച്ച് അവരെ പ്രവാചകന്മാരായി ഉയർത്തിക്കൊണ്ടുവന്ന് അവരോട് അരുളി ചെയ്ത കാര്യങ്ങൾ അവർ പുസ്തക ചുരുളിൽ എഴുതിയതാണ് പ്രവചന പുസ്തകങ്ങൾ എന്ന പേരിൽ ബൈബിളിൽ ചേർത്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഇത് ഇസ്രായേൽ ജനത്തോടുള്ള പ്രവചനമാണ്. ഇത് എഴുതപ്പെട്ടിരിക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് 9-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 500 വർഷങ്ങൾ. ഇനി ഈ പ്രവചനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ അരുളപ്പാടുണ്ടായിരിക്കുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ്. ഇസ്രായേലിനെ കുറിച്ച് എഴുതുമ്പോൾ തന്നെ 2 വാക്കുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്, 2 പേരുകൾ ഉപയോഗിക്കുന്നുണ്ട്. യഹൂദ്യ, യെരൂശലേം, അല്ലെങ്കിൽ യഹൂദ്യ, ഇസ്രായേൽ, ഇങ്ങനെ 2 പേരുകൾ അവിടെ പറയുന്നുണ്ട്. സോളമൻ രാജാവ് ഭരിച്ചതിന് ശേഷം, അദ്ദേഹത്തിൻ്റെ കാലയളവിന് ശേഷം ഇസ്രായേൽ എന്ന രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. നോർത്തേൺ കിങ്ഡം എന്ന പേരിൽ ഇസ്രായേലും അതിനുശേഷം യഹൂദ്യ എന്ന് പറയുന്ന സതേൺ കിങ്ഡം, ഇങ്ങനെ 2 പേരിൽ അത് വിഭജിക്കപ്പെട്ടു. അതുകൊണ്ട് ഈ പ്രവചന പുസ്തകങ്ങളിലെല്ലാം യെരൂശലേം അല്ലെങ്കിൽ ഇസ്രായേൽ, യഹൂദ്യ, ഇതെല്ലാം പറയുന്നത് യഹൂദ ജനത്തോടാണ്. ഈ പ്രവചന പുസ്തകങ്ങൾ 17 പ്രവചന പുസ്തകങ്ങളുണ്ട്. യെശയ്യാവ് മുതൽ മലാഖി വരെയുള്ള യെശയ്യാവ്, യിരെമ്യാവ്, വിലാപങ്ങൾ, എഹെസ്കേൽ, ദാനിയേൽ, ഹോശയ, യോവേൽ, ആമോസ്, ഓബദ്യാവ്, യോന, മീഖ, നഹൂം, ഹബക്കുക്ക്, സഫന്യാവ്, ഹഗ്ഗായി, സക്കറിയാവ്, മലാഖി, ഇത്രയും പുസ്തകങ്ങൾ, ഈ 17 പുസ്തകങ്ങൾ പ്രവചന പുസ്തകങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിൽ തന്നെ 2 പ്രവചനങ്ങൾ നിനവയെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. നിനവെ എന്ന് പറയുന്നത് അസീറിയ അല്ലെങ്കിൽ അശൂർ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. ഇന്നത്തെ ഏകദേശം ഇറാഖിൻ്റെ ഒരു ഭാഗം എന്ന് പറയാം. നിനവെ പട്ടണം. പക്ഷേ ഇന്ന് ആ പട്ടണം നിലവിലില്ല. ആ നിനവെ പട്ടണത്തെക്കുറിച്ചാണ് 2 പ്രവചനങ്ങൾ, 17 പ്രവചനങ്ങളിൽ 2 പ്രവചനങ്ങൾ. ഇനി 2 പ്രവചനങ്ങൾ ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. നശിച്ചു പോയ ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ച്, അക്കാലത്തുണ്ടായിരുന്ന സാമ്രാജ്യത്തെക്കുറിച്ച്. ഒരു പ്രവചനം ഏദോമിനെ കുറിച്ചതാണ്. ഏദോം എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യം. ബാക്കി 12 പ്രവചനങ്ങൾ ഇസ്രായേലിനെ കുറിച്ചാണ്. ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ അത് വീണ്ടും യഹൂദ്യ, ഇസ്രായേൽ എന്ന 2 പേരിലാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ജെറൂസലേം എന്ന പേരിലും അത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പ്രവചന പുസ്തകങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രവചന പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് സാധാരണ ഭാഷയിലല്ല. ആലങ്കാരിക ഭാഷയാണ് പ്രവചന പുസ്തകങ്ങളിൽ ഉടനീളം കൊടുത്തിരിക്കുന്നത്. അത് ആലങ്കാരിക ഭാഷയാണെന്ന് മനസ്സിലാക്കാതാണ് പലപ്പോഴും
പല വ്യക്തികളും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും തെറ്റായി മനസ്സിലാക്കുകയും ചെയ്യുന്നു. സാറിൻ്റെ പല ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരമെന്ന് പറയുന്നത് ആലങ്കാരിക ഭാഷ മനസ്സിലാക്കാതെ സാർ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തു, അത് അതിൻ്റെ യഥാർത്ഥ ഭാഷയല്ല എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായി കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം സാറ് സംശയമായി പറഞ്ഞത് വാൾ. എന്താണ് യഹോവയുടെ വാൾ, അല്ലെങ്കിൽ അവിടെ വാളെന്ന് പറഞ്ഞിരിക്കുന്നത്? വാളെന്ന് പറഞ്ഞിരിക്കുന്നത് യുദ്ധത്തെയാണ് കാണിക്കുന്നത്. ഇസ്രയേലിനെതിരെ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളെക്കുറിച്ച് പ്രവചിച്ച് എഴുതുമ്പോഴാണ് വാൾ എന്നെഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വാൾ നിങ്ങളുടെ മേൽ വരുത്തും, വാൾ നിങ്ങൾക്കെതിരായി വരുന്നു എന്നൊക്കെ പറയുന്നത്. കാരണം ആ കാലങ്ങളിലെല്ലാം യുദ്ധം നടക്കുന്നത് വാളുകൊണ്ടായതുകൊണ്ട് വാൾ എന്നത് യുദ്ധത്തെയും നാശത്തെയുമാണ് കാണിക്കുന്നത്. ഇനി എന്താണ് യഹോവയുടെ വാൾ? എൻ്റെ വാൾ നിങ്ങളുടെ മേൽ ഞാൻ വരുത്തും, എൻ്റെ വാൾ കൊണ്ട് യുദ്ധം ചെയ്യും. എന്താണ് യഹോവയുടെ വാൾ എന്ന് പറയുന്നത്? യഹോവയുടെ വാൾ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവയ്ക്ക് ഇസ്രയേലിനെ പരിപാലിക്കാനുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ യഹോവ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറി. കാരണം ഇസ്രയേൽ ജനം, യഹൂദന്മാർ, അവർ യഹോവയെ വിട്ട് മറ്റ് ദേവന്മാരുടെ പിന്നാലെ പോയി. അതുകൊണ്ട് തന്നെ യഹോവയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറി, അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറി. അപ്പോൾ എൻ്റെ വാളെന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എൻ്റെ ശിക്ഷ എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ നിങ്ങളെ രക്ഷിക്കാത്തത് മൂലം, ഞാൻ നിങ്ങളെ സഹായിക്കാത്തത് മൂലം മറ്റു രാജ്യങ്ങൾ നിങ്ങളെ ആക്രമിച്ച് നിങ്ങൾക്കത് ശിക്ഷയായി വരുന്നു എന്ന അർത്ഥത്തിലാണ് യഹോവയുടെ വാളെന്ന് പറയുന്നത്. യഹോവ ഒരു മനുഷ്യനല്ല. സാർ ഉദ്ദേശിക്കുന്നത് പോലെ യഹോവ ഒരു മനുഷ്യനല്ല വാളെടുത്ത് യുദ്ധം ചെയ്യാൻ. ബൈബിൾ പറയുന്നത് ദൈവം ആത്മാവാകുന്നു എന്നാണ്. ആത്മാവിന് ശരീരമില്ലല്ലോ. ശരീരമില്ലാത്ത വ്യക്തിക്ക് എങ്ങനെ വാളെടുത്ത് യുദ്ധം ചെയ്യുവാൻ കഴിയും? അതുകൊണ്ട് തന്നെ യഹോവ വാളുകൊണ്ട് ആരെയും കൊന്നിട്ടില്ല. യഹോവ ആരെയും വെറുതെ കൊല്ലുകയില്ല. യഹോവ നീതിയുള്ള ന്യായാധിപതിയാണ്. ഞാൻ പാർട്ട് 1 അത് പറഞ്ഞിരുന്നു. നീതിയുള്ള ന്യായാധിപതിയായ യഹോവയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറി ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ. കാരണം ഇസ്രയേൽ യഹോവയെ ത്യജിച്ചു, എല്ലാ നിയമങ്ങളും കാറ്റിൽ പകർത്തി, എല്ലാം തെറ്റിച്ചു. അതുകൊണ്ട് തന്നെ യഹോവ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറിയത് മൂലം അത് അവർക്ക് ശിക്ഷയായി ഭവിച്ചു. അതാണ് എൻ്റെ വാൾ എന്ന് പറയുന്നത്. ഇതാദ്യം മനസ്സിലാക്കണം. ഇനി യഥാർത്ഥത്തിൽ ഈ വാൾ ഇസ്രയേലിന് മേൽ വന്നോ? ചരിത്രം പരിശോധിച്ചാൽ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച് അവർ യഹൂദിയയിലും യെരുശലേമിലും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മേൽ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. BC 722 ക്രിസ്തുവിന് മുമ്പ് 722 അശൂർ രാജാക്കന്മാർ, അസീറിയൻ രാജാക്കന്മാർ ഇസ്രയേലിനെ ആക്രമിച്ചു. നോർത്തേൺ കിങ്ഡമിനെ ആക്രമിച്ചു. അവരുടെ രാജ്യം മുഴുവൻ നശിപ്പിച്ചു, കൊള്ളയിട്ടു, ജനങ്ങളെ മുഴുവൻ അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയി. അടുത്തത് BC 605 മുതൽ 588 വരെയുള്ള കാലയളവിൽ 3 പ്രാവശ്യങ്ങളിലായി ബാബിലോൺ സാമ്രാജ്യം, ബാബിലോൺ രാജാക്കന്മാർ യഹൂദിയെ ആക്രമിച്ചു, സദേൺ കിങ്ഡമിനെ ആക്രമിച്ചു. രാജ്യം മുഴുവൻ കൊള്ളയിട്ടു, തീ വെച്ച് നശിപ്പിച്ചു, ജനങ്ങളെ അനേകം പേരെ കൊന്നുകളഞ്ഞു. ബാക്കിയുണ്ടായിരുന്നവരെല്ലാം പിടിച്ചുകൊണ്ട് ബാബേലിലേക്ക്, അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് യഹോവയുടെ വാൾ എന്ന് പറയുന്ന ആ യുദ്ധം യഥാർത്ഥത്തിൽ യഹൂദ ചരിത്രത്തിൽ സംഭവിച്ചതാണ്. അത് സാറിന് ചരിത്രത്തിൽ പരിശോധിക്കാവുന്നതാണ്. ബാബിലോൺ ചക്രവർത്തിയായ നെബൂഖദ്നേസറാണ് അവരെ ആക്രമിച്ച് അടിമകളായി പിടിച്ചുകൊണ്ടുപോയത്. ഇനി 70 വർഷങ്ങൾക്ക് ശേഷം യഹൂദന്മാർ ബാബിലോണിൽ നിന്ന് മടങ്ങി വന്നു. അതും ഈ പ്രവചന പുസ്തകങ്ങളിൽ പ്രവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതാണ് പ്രവചന പുസ്തകങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത്. ഇനി സാറ് ചോദിച്ച ചോദ്യങ്ങളിലേക്ക് ഞാൻ വരാം. ആദ്യമായി സാറ് ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ പ്രവചന പുസ്തകമായ യെശയ്യാവിൽ നിന്നാണ്. ആരാണ് യെശയ്യാവ്? യെശയ്യാവ് ഒരു പ്രവാചകനാണ്. BCE 740 മുതൽ 680 വരെയുള്ള കാലയളവിൽ ഇസ്രയേലിന് വേണ്ടി പ്രവചിച്ച ഒരു പ്രവാചകനാണ് യെശയ്യാവ്. സാറ് ചോദിച്ച ഭാഗം യെശയ്യാവ് 24:1. ഞാൻ ആ വാക്യം, ഭൂമിയെ ശൂന്യമാക്കും, കീഴ്മേൽ മറിക്കും എന്നുള്ള വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാവ് 24:1. യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കുകയും അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും. സാറ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഭൂമി എന്നുള്ളത് കൊണ്ട് ഭൂഗോളം, ഭൂമിയിലുള്ള മുഴുവൻ ജനങ്ങളെയും
നശിപ്പിക്കുന്നുള്ള അല്ല. ഭൂമി എന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ദ ലാൻഡ് എന്നുള്ള പേരിൽ. ഏത് ലാൻഡാണ്? ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ലാൻഡ് എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് സാറിന് വ്യക്തമായി അറിയണമെങ്കിൽ യെശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ സാറിനെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ വ്യക്തമായിട്ടത് എഴുതിയിട്ടുണ്ട്. 1-ാം വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. യെശയ്യാവ് 1-ാം അധ്യായം 1-ാം വാക്യം. ആമോസിൻ്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഉസ്സിയാവ്, യോഥാം, ആഹാസ്, യെഹസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. ശ്രദ്ധിക്കുക, 1-ാം വാക്യത്തെ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് യഹൂദയെക്കുറിച്ചും യെരുശലേമിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഭൂമി എന്ന വാക്കുകൊണ്ട് ഭൂഗോളത്തെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, ഭൂമി മുഴുവനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് യഹൂദയെയും യെരുശലേമിനെയും കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ അത് നടന്നു കഴിഞ്ഞതുമാണ്. ഇനി തുടർന്നുള്ള വാക്യങ്ങളോട് ഞാനൊന്ന് സാറിനെ വായിച്ച് കേൾപ്പിക്കാം. 2-ാം വാക്യം. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, യഹൂദന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രയേലോ അറിയുന്നില്ല. വീണ്ടും ഇസ്രയേലിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. യഹൂദന്മാരെക്കുറിച്ച് പറയുന്നതാണ്. അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി. നിങ്ങൾ കാണുക, അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു. അത് അന്യജാതിക്കാർ ഉന്മൂലനാശം ചെയ്തതുപോലെ ശൂന്യമായിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പാപങ്ങളെ ഒരു വ്രണത്തോട് ഉപമിച്ചാണ് പറയുന്നത്. അത് വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടിയിട്ടില്ല, സുഖപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം പറയുന്ന 7-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അന്യജാതിക്കാർ, അന്യരാജ്യക്കാർ നിങ്ങളെ ആക്രമിക്കുമെന്നും നിങ്ങളുടെ നാടിനെ നശിപ്പിക്കുമെന്നും പ്രവചനാത്മാവിൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ളതാണ് യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ വരികൾ. ഇനി യെശയ്യാ പുസ്തകത്തെപ്പറ്റി അല്പം കൊണ്ടൊന്ന് പറയട്ടെ. 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ യഹൂദയുടെ ന്യായവിധിയെക്കുറിച്ചുള്ള പ്രവചനമാണ്. 40 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും പാപക്ഷമയെയും കുറിച്ചുമുള്ള പ്രവചനമാണ്. ഇനി 40 മുതലുള്ള അധ്യായങ്ങൾ ഇസ്രയേലിനെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങളുമാണ് എഴുതി ചേർത്തിരിക്കുന്നത്. യഹോവ ന്യായവിധി മാത്രമല്ല പ്രവചിച്ചിരിക്കുന്നത്. നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന നാശം, നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ആപത്ത്, അതിനെക്കുറിച്ച് മാത്രമല്ല അവരോട് പ്രവചിച്ചിരിക്കുന്നത്. നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന നന്മകളും അനുഗ്രഹങ്ങളെയും കുറിച്ചും അവിടെ പ്രവചിച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇനി യെശയ്യാവ് 41-8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഉദാഹരണമായി ഞാൻ സാറിനെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. യെശയ്യാവ് 41:8. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ. ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിനെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കാനായുള്ളവേ, നീ ഭയപ്പെടേണ്ട. ഇസ്രായേലിനെ മടക്കി കൊണ്ടുവന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നിങ്ങളെ തിരിച്ചു കൊണ്ടുവന്നതും ഞാനാണെന്ന് യഹോവ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. ഞാൻ നിന്നോടുകൂടിയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ചില്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല താനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാകും. നിൻ്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നാശമുണ്ടാകും, നിങ്ങൾക്ക് വാളുണ്ടാവും, നിങ്ങളുടെ ഭൂമിയെ നശിപ്പിക്കും എന്നൊക്കെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. അത് യഹോവയുടെ കോപത്തിൽ യഹോവ പറയുന്നതാണ്. നിങ്ങൾ തിരിച്ചു വരുവാൻ വേണ്ടി, ഇസ്രായേൽ ജനം തിരിച്ചു വരുവാൻ വേണ്ടി നിങ്ങൾ മടങ്ങി വരണം എന്നുള്ള ആശയത്തോടുകൂടി പറയുന്നതാണ്. എന്നാൽ അവരുടെ
ശിക്ഷയ്ക്ക് ശേഷം അവരെ മടക്കിക്കൊണ്ടിരുന്ന ഉത്തരവാദിത്വം യഹോവ തന്നെ ഏറ്റെടുക്കുന്നു. അവരെ അനുഗ്രഹിക്കുമെന്നും അവരെ സഹായിക്കുമെന്നുമുള്ള വാഗ്ദാനം കൊടുക്കുന്നത് സാർ ഒന്ന് ശ്രദ്ധിക്കുക. യഹോവ ക്രൂരനായൊരു ദൈവമല്ല. തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ ലഭിക്കുന്നത് അത് ക്രൂരത കൊണ്ടല്ല, നീതിയുള്ള ന്യായാധിപതി. ഞാൻ പാർട്ട് 1 പറഞ്ഞതുപോലെ യഹോവ നീതിയുള്ള ന്യായാധിപതി ആയതുകൊണ്ടാണ് തിരഞ്ഞെടുത്ത സ്വന്തം ജനമായ ഇസ്രായേൽ തെറ്റ് ചെയ്തിട്ട് അവർക്ക് ശിക്ഷ കൊടുത്തത്, അല്ലെങ്കിൽ അവരുടെ അപകടത്തിൽ നിന്ന് അവരെ രക്ഷിക്കാതിരുന്നത്. തെറ്റ് ചെയ്തവൻ ആരായാലും ശിക്ഷ അനുഭവിക്കണം. മുഖം നോക്കാതെ ശിക്ഷിക്കാൻ കഴിവുള്ളവനാണ് നീതിയുള്ള ന്യായാധിപതി. ഇസ്രായേലിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. പക്ഷേ ശിക്ഷിച്ച് അവരെ പുറന്തള്ളി വിടുകയല്ല, അവരെ ഉപേക്ഷിച്ചില്ല, അവരെ മടക്കി കൊണ്ടുവന്ന് അവർക്ക് രാജ്യം കൊടുത്തു. അതുകൊണ്ടാണ് ഇസ്രായേൽ എന്ന രാജ്യം ഇന്ന് നിലനിൽക്കുന്നതും യഹൂദന്മാരെന്നൊരു വംശം ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്നതും. അവരെ പൂർണ്ണമായി നശിപ്പിച്ച് കളഞ്ഞില്ല. അടുത്തത് യിരെമ്യാവിൻ്റെ പുസ്തകം. BC 626 മുതൽ BC 587 വരെ പ്രവചിച്ച ഒരു പ്രവാചകനാണ് യിരെമ്യാവ്. പ്രവചിച്ചത് യഹൂദിയിലാണ് പ്രവചിച്ചത്. യഹൂദയെ ബാബിലോൺ ആക്രമിക്കുന്നതിനെക്കുറിച്ചും ജനങ്ങൾ പ്രവാസികളായി ബാബിലോണിൽ പോകുന്നതിനെക്കുറിച്ചുമാണ് യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ടുള്ളത്. യിരെമ്യാവിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പ്രവചന കാലയളവിനെക്കുറിച്ച് പറയുന്നുണ്ട്. സാർ വായിക്കുക. യിരെമ്യാവ് 1:5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യഹോവ യിരെമ്യാവിനെ പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നത് എഴുതിയിട്ടുണ്ട്. അത് സാർ വായിക്കുക. അടുത്തത് യിരെമ്യാവ് 2:4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. യിരെമ്യാവ് 2-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിലെ സകല വംശങ്ങളുമായുള്ളവേ, യഹോവയുടെ അരുളപ്പാട് കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്ന് മിഥ്യാമൂർത്തികളോട് ചേർന്ന് വ്യർത്ഥന്മാരായി തീരുവാൻ തക്കവണ്ണം അവർ എന്നിൽ എന്തൊരു അന്യായം കണ്ടു. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു. പാഴ്നിലവും കുഴികളുമുള്ള ദേശമായ, വരൾച്ചയും കൂരികളുമുള്ള ദേശമായ, മനുഷ്യ സഞ്ചാരമോ ആൾപ്പാർപ്പോ ഇല്ലാത്ത ദേശമായ മരുഭൂമിയിൽ കൂടെ ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന യഹോവ എവിടെയെന്ന് അവർ ചോദിച്ചില്ല. ഞാൻ നിങ്ങളെ ഫലവത്തായൊരു ദേശത്ത് അതിൻ്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ അവിടെ എത്തിയ ശേഷം നിങ്ങൾ എൻ്റെ ദേശത്തെ അശുദ്ധമാക്കി എൻ്റെ അവകാശത്തെ അറപ്പാക്കി കളഞ്ഞു. യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല, ന്യായപ്രമാണജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല. ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു, പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു, പ്രയോജനമില്ലാത്തവയോട് ചേർന്ന് നടന്നു. അതുകൊണ്ട് ഞാൻ ഇനിയും നിങ്ങളോട് വ്യവഹരിക്കും, നിങ്ങളുടെ മക്കളുടെ മക്കളോട് ഞാൻ വ്യവഹരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ചെയ്ത കുറ്റങ്ങളെക്കുറിച്ചും ഇസ്രായേൽ യഹോവയെ മറന്നതിനെക്കുറിച്ചുമാണ് യഹോവയോട് പറയുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ശിക്ഷയായി വരും, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കൾക്കും അതിൻ്റെ ശിക്ഷയുണ്ടാവും എന്നാണ് ഈ വാക്യങ്ങളോട് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ നടന്നു. ഇസ്രായേലിനെ, യഹൂദിയെ ബാബിലോണിൽ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അവർ പ്രവാസത്തിലേക്ക് പോയി. അതുമാത്രമല്ല, ലോകമെമ്പാടുമായി അവർ ചിതറിപ്പോയി. യഹൂദന്മാർ, അവരുടെ മക്കളും മക്കളുടെ മക്കളും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി മറ്റൊന്നുകൂടെ അവിടെ ശ്രദ്ധിക്കുക. യിരെമ്യാവ് 3:12-13 മനസ്സ് മാറി നിങ്ങൾ മടങ്ങി വന്നാൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാകില്ല എന്ന് യഹോവ പറയുന്നത് ശ്രദ്ധിക്കുക. യിരെമ്യാ 3:12-13 വാക്യങ്ങൾ. നീ ചെന്ന് വടക്കോട്ട് നോക്കി വചനങ്ങളെ വിളിച്ചു പറയുക, വിശ്വാസത്യാഗിനിയായ ഇസ്രായേലേ മടങ്ങി വരിക എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല, ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ മടങ്ങി വന്നാൽ നിങ്ങളോട് ഞാൻ കോപിക്കുകയില്ല എന്ന് യഹോവയോട് പറയുന്നു. 13-ാമത്തെ വാക്യം. നിന്റെ ദൈവമായ യഹോവയോട് നീ ദ്രോഹം ചെയ്തു, പച്ചമരത്തിന് കീഴിലൊക്കെയും അന്യദേവന്മാരോട് ദുർമാർഗമായി നടന്നതും എൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ ഇരുന്നതുമായ നിന്റെ അകൃത്യം സമ്മതിക്കുക മാത്രം ചെയ്യുക എന്ന് യഹോവ അരുളി ചെയ്തു. നിന്റെ കുറ്റം സമ്മതിച്ചാൽ മാത്രം മതി, നിന്നോട് ഞാൻ പൊറുക്കും, നിന്നെ ഞാൻ സഹായിക്കും എന്ന് യഹോവ പറയുന്നത് അവിടെ ശ്രദ്ധിക്കുക. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട വാക്യം. ഒരാൾ പോലും യഹൂദിലും യെരുശലേമിലും ഒരാൾ പോലും നല്ലവനായി ഉണ്ടായിരുന്നില്ല എന്ന് യഹോവ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. യിരെമ്യാവ് 5:1 ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്ത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ഒരുത്തൻ കാണുമോ എന്ന് യെരുശലേമിൻ്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിൻ്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞറിയുകയും ചെയ്യുവിൻ. കണ്ടുവെങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും.
ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു വ്യക്തി വിശ്വസ്തനും നല്ലവനുമായി ഉണ്ടെങ്കിൽ ആ രാജ്യത്തോട് ഞാൻ ക്ഷമിക്കുമെന്നാണ് യഹോവ പറയുന്നത്. ഒരു വ്യക്തി. പക്ഷേ ഒരു വ്യക്തി പോലും അവിടെ ഇല്ലായിരുന്നതുകൊണ്ടാണ് യഹോവയുടെ ക്രോധം അവരുടെ മേൽ വന്നത്. യഹോവ ശിക്ഷയ്ക്കായി അവരെ വിട്ടുകൊടുത്തത്. അടുത്ത് സാർ വായിച്ച വാക്യം യിരെമ്യാവ് 13:14. ഞാൻ ആ വാക്യം തന്നെ വായിക്കാം. ഞാൻ അവരെ അന്യോന്യം പിതാക്കന്മാരെയും പുത്രന്മാരെയും തമ്മിൽ മുട്ടി നശിപ്പിക്കുമാറാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവരെ നശിപ്പിക്കുകയല്ലാതെ ഞാൻ അവരോട് കനിവോ ക്ഷമയോ കാണിക്കുകയില്ല, കരുണയോ കാണിക്കുകയില്ല എന്നെഴുതിയിരിക്കുന്നു. സാറ് ഈ വാക്യമെടുത്ത് എന്നോട് ചോദിച്ചത് കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കുവാൻ വേണ്ടി യഹോവയുടെ അരുളപ്പാട് ശ്രദ്ധിക്കുക, ഇങ്ങനെയാണോ കുടുംബ സ്നേഹം നിലനിർത്തേണ്ടത് എന്നാണ് സാറ് ചോദിച്ചത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? പിതാക്കന്മാരും പുത്രന്മാരും തമ്മിൽ മുട്ടി നശിക്കുമാറാക്കും. ആ ട്രാൻസ്ലേഷൻ ഒരു പ്രശ്നമുണ്ട്. മുട്ടി നശിക്കുമാറാക്കും. മുട്ടി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അതിന് ഡാഷിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ട്രാൻസ്ലേഷൻ യഥാർത്ഥത്തിൽ തെറ്റാണ്. ഇത് വേർഡ് ബൈ വേർഡായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മൂലമുള്ള ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അതിൻ്റെ യഥാർത്ഥ അർത്ഥം അറിയണമെങ്കിൽ ഇതിൻ്റെ ഹീബ്രു ബൈബിൾ എടുത്ത് വായിച്ചാൽ അവിടെ മുട്ടി നശിക്കും എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ആ വാക്കിന് കൊടുത്തിരിക്കുന്ന ആ ഹീബ്രു വേർഡ് നവാഫത്ത് എന്നുള്ള വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം ഷാറ്റർ, ഇംഗ്ലീഷിൽ ഷാറ്റർ എന്നുള്ള അർത്ഥമാണ്. ബ്രേക്ക് ഇൻ ടു പീസസ് എന്നുള്ള മീനിങ്ങിലാണ്. അല്ലെങ്കിൽ സ്കാറ്ററിങ് എന്നുള്ള മീനിങ് കൊടുത്താലും തെറ്റില്ല. അവിടെ കൊടുത്തിരിക്കുന്ന അത് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പിതാക്കന്മാരെയും പുത്രന്മാരെയും ചിതറിക്കും, നിങ്ങൾ ചെതറുവാൻ കാരണമായി തീരും. ഇസ്രയേലിനെതിരെ BC 722 അതുപോലെ ബാബിലോൺ രാജ്യത്തിൻ്റെ ആക്രമണത്തിലും സംഭവിച്ചത് എന്താണ്? ഇസ്രയേൽ ലോകം മുഴുവനുമായി ചിതറിപ്പോയി. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലോട്ടും യഹൂദന്മാർ പ്രാണരക്ഷാർത്ഥം ഓടി. അങ്ങനെ അവരുടെ ജനങ്ങൾ ചിതറിപ്പോയി. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ യഹൂദന്മാർ വരുവാൻ കാരണമായത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പിതാക്കന്മാരും പുത്രന്മാരും ചിതറിപ്പോകുമെന്നുള്ളതാണ്. ഒന്നിച്ച് താമസിച്ച് ഒരു രാജ്യത്ത് ജീവിച്ചിരുന്ന നിങ്ങൾ ചിതറിപ്പോകും എന്നുള്ള അർത്ഥമാണ്. അത് യഥാർത്ഥത്തിൽ ഒരു പ്രവചനമായി നടന്നു കഴിഞ്ഞ കാര്യമാണ്. അവിടെ പിതാക്കന്മാരും പുത്രന്മാരും തമ്മിൽ യുദ്ധം ചെയ്ത് മരിക്കുമെന്നല്ല, അവർ ചിതറിപ്പോകും എന്നുള്ള അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ നടന്നു കഴിഞ്ഞൊരു പ്രവചനമാണ്. ഇനിയും കഴിഞ്ഞ ദിവസം വന്ന ഒരു ന്യൂസ്, പേപ്പറിൽ വന്നൊരു ഒരു ന്യൂസ് ഞാൻ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഡിസംബർ 24 ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നു. പ്രമുഖ ലോക പത്രങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഇസ്രയേലികൾ, യഹൂദന്മാർ ഇസ്രയേലിലേക്ക് മടങ്ങിപ്പോയി. മനശ്ശെ എന്ന് പറയുന്ന ഒരു ലോസ്റ്റ് ട്രൈബ്, 12 ട്രൈബുകളിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ട്രൈബായ മനശ്ശെ എന്ന് പറഞ്ഞ ട്രൈബിലെ അംഗങ്ങളാണ് അവരെന്ന് പത്രത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, പത്രങ്ങൾ എഴുതിയിട്ടുണ്ട് BC 722 അസീറിയൻ ആക്രമണത്തിലാണ് അവർ ചിതറിപ്പോയത്, അങ്ങനെയാണ് അവർ ഇന്ത്യയിൽ വന്നത് എന്ന് ആ ന്യൂസിൽ എഴുതിയിട്ടുണ്ട്. ഏകദേശം 7000-ഓളം പേർ ഇനിയും തിരിച്ചു പോകാൻ തയ്യാറായി ഇന്ത്യയിലുണ്ട് എന്നും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ പറയുന്നതെല്ലാം ബൈബിൾ പറഞ്ഞ പ്രവചനത്തിൻ്റെ സാക്ഷാത്കാരമാണ്. ഇന്ന് ഇന്ത്യയിൽ നാം കാണുന്ന യഹൂദന്മാർ അവരങ്ങനെ വന്നതാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തെ, ബൈബിളിനെ സത്യമായി ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിൽ പറഞ്ഞ പ്രവചനങ്ങൾ മിക്കതും നടന്നു കഴിഞ്ഞു. ഇനി ഇതുവരെ ഉള്ള പ്രവചനങ്ങൾ നടന്നതുകൊണ്ട്, സംഭവിച്ചതുകൊണ്ട് ഇനി എഴുതിയിട്ടുള്ള പ്രവചനങ്ങളും നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്ത സാറ് ചോദിച്ചത് യിരെമ്യാ പുസ്തകം 19-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്. പുത്രീപുത്രന്മാരുടെ മാംസം തിന്നുമാറാക്കും എന്ന് പറയുന്ന ഭാഗം. ആ ഭാഗം യിരെമ്യാവ് 19-9 വാക്യം. അവരുടെ ശത്രുക്കളും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരും അവരെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധനത്തിലും ഞാൻ അവരെ സ്വന്തം പുത്രന്മാരുടെ മാംസവും പുത്രിമാരുടെ മാംസവും തിന്നുമാറാക്കും. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരൻ്റെ മാംസം തിന്നും. വായിക്കുമ്പോൾ ഒരല്പം
ബുദ്ധിമുട്ട് തോന്നും ഇത് മനസ്സിലാക്കാൻ. പക്ഷേ സാർ ഒരു കാര്യം മനസ്സിലാക്കണം, ചരിത്രത്തിൽ നടന്ന സംഭവമാണ് പ്രവചനത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇസ്രയേലിൽ നടന്ന സംഭവമാണ്. ആ വാക്യം ഒന്ന് അല്പം കൂടെ സാർന്ന് ശ്രദ്ധിക്കണം. അവരുടെ ശത്രുക്കളും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരും അവരെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധനത്തിലും. ആരാണ് അവരെ? ഇസ്രയേലിനെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധനത്തിലും. നിരോധനം എന്നത് യഥാർത്ഥത്തിൽ ഉപരോധമാണ്. ഇസ്രയേലിനെ രാജ്യങ്ങൾ ആക്രമിക്കാൻ വന്നപ്പോൾ ഇസ്രയേലിന് ചുറ്റും അവർ അണിനിരന്ന് ഇസ്രയേലിനെതിരെ ഉപരോധം നടത്തി. ഉപരോധം ചെയ്തു കഴിഞ്ഞപ്പോൾ ഭക്ഷണ സാധനങ്ങൾക്ക് വലിയ ദൗർലഭ്യമുണ്ടായി. അതുമാത്രമല്ല, ആക്രമിച്ച രാജ്യങ്ങൾ ഇസ്രയേലിൻ്റെ മുഴുവൻ ധാന്യങ്ങളും ഭക്ഷണ ശേഖരങ്ങളും കൊള്ളയടിച്ചു. അങ്ങനെ രാജ്യത്ത് വലിയ ക്ഷാമമുണ്ടായി. ചുറ്റും ശത്രുക്കൾ വളഞ്ഞതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നോ പുറത്തു നിന്നോ ആഹാര സാധനങ്ങൾ അകത്തേക്ക് വരാതായി. അങ്ങനെ വലിയ പട്ടിണി ഇസ്രയേലിലുണ്ടായപ്പോൾ അക്ഷരാർത്ഥത്തിൽ നടന്ന സംഭവമാണ്, സ്വന്തം കുട്ടികളെ മനുഷ്യർ ഭക്ഷിച്ചു. മനുഷ്യർ തമ്മിൽ മനുഷ്യമാംസം തിന്ന് വിശപ്പടക്കി എന്നുള്ളത് ചരിത്രത്തിൽ നടന്ന സംഭവമാണ്. ഇനി ഇത് ബൈബിളിൽ മാത്രമല്ല എഴുതിയിരിക്കുന്നത്. ജോസീഫസ് എന്ന ചരിത്രകാരൻ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നടന്നായി. ഇനി ബൈബിളിൽ തന്നെ മറ്റൊരു സ്ഥലത്ത്, അതായത് 2 രാജാക്കന്മാരുടെ ചരിത്രം എഴുതിയിരിക്കുന്ന പുസ്തകമാണ് രാജാക്കന്മാർ, 1 രാജാക്കന്മാർ 2 രാജാക്കന്മാർ എന്ന് എഴുതിയിരിക്കുന്നത്. അതിൽ 2 രാജാക്കന്മാർ 6-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇത് അക്ഷരാർത്ഥത്തിൽ നടന്നത് എഴുതിയിട്ടുണ്ട്. സാറിനെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. അതിനുശേഷം ആരാം രാജാവായ ബെൻ ഹദദ് തൻ്റെ സൈന്യത്തെയൊക്കെയും കൂട്ടി പുറപ്പെട്ടു ചെന്ന് ശമര്യയെ വളഞ്ഞു. അവർ ശമര്യയെ വളഞ്ഞിരിക്കുമ്പോൾ അവിടെ മഹാക്ഷാമമുണ്ടായി. അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു, അവിടെ മഹാക്ഷാമമുണ്ടായി രാജ്യത്ത്. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും പ്രാകാഷ്ഠത്തിന് 5 വെള്ളിക്കാശും വരെ വില കയറി. ഒരിക്കൽ ഇസ്രായേൽ രാജാവ് മതിലിന്മേൽ നടക്കുമ്പോൾ ഒരു സ്ത്രീ അവനോട്, യജമാനായ രാജാവെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. അതിനവൻ, യഹോവ നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് തന്ന് നിന്നെ രക്ഷിക്കേണ്ടു? കളപ്പുരയിൽ നിന്നോ മുന്തിരിച്ചക്കിൽ നിന്നോ എന്ന് ചോദിച്ചു. രാജാവ് പിന്നെയും അവളോട്, നിന്റെ സങ്കടം എന്ത് എന്ന് ചോദിച്ചതിന് അവൾ, ഈ സ്ത്രീ എന്നോട്, നിന്റെ മകനെ കൊണ്ടുവാ, ഇന്ന് നമുക്കവനെ തിന്നാം, നാളെ എൻ്റെ മകനെ തിന്നാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എൻ്റെ മകനെ പുഴുങ്ങിത്തിന്നു. പിറ്റേന്നാൾ ഞാൻ അവളോട്, നിന്റെ മകനെ കൊണ്ടുവാ, നമുക്ക് അവനെയും തിന്നാമെന്ന് പറഞ്ഞാറെ അവൾ തൻ്റെ മകനെ ഒളിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, അമ്മമാർ സ്വന്തം മക്കളെ തിന്നുന്ന അവസ്ഥ. ഇത് വെറുതെ എഴുതിയതല്ല, ഇത് ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ സ്വന്തം മക്കളെ നിങ്ങൾ തിന്നേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരും. അത് എഴുതിയിരിക്കുന്നു, അത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. ഇനി അടുത്ത സാർ ചോദിച്ചിരിക്കുന്ന യിരെമ്യാവ് 21:6 വാക്യം. യിരെമ്യാവ് 21:6. നഗരത്തിൽ വസിക്കുന്ന മനുഷ്യനെയും മൃഗങ്ങളെയും ഞാൻ സംഹരിക്കും, അവർ മഹാമാരിയാൽ മരിക്കും. ഇതിനോട് ചേർന്നിട്ടുള്ള ഭാഗം തന്നെയാണ്. മഹാമാരി എന്ന് പറയുന്നത് മഹാരോഗം. എന്തുകൊണ്ടാണ് മഹാരോഗം അവിടെ ഉണ്ടായത്? മറ്റ് രാജ്യങ്ങൾ വന്ന് അവരെ ആക്രമിച്ച് അവർക്ക് ചുറ്റും അണിനിരന്നപ്പോൾ, ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഭക്ഷണം കിട്ടുന്നില്ല, മരുന്നുകൾ കിട്ടുന്നില്ല, വലിയ രോഗമുണ്ടായി. ആ രോഗത്തിൽ അനേകം ആളുകൾ മരിച്ചു, മനുഷ്യനും മൃഗവും മരിച്ചു. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് 21:6 നഗരത്തിൽ വസിക്കുന്ന മനുഷ്യനെയും മൃഗങ്ങളെയും ഞാൻ സംഹരിക്കും, മഹാമാരിയാൽ നിങ്ങൾ മരിക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത് യെഹസ്കേൽ. ആരാണ് യെഹസ്കേൽ? യെഹസ്കേൽ മറ്റൊരു പ്രവാചകനാണ്. BCE 593 മുതൽ BCE 571 വരെ ഉള്ള കാലയളവിൽ പ്രവചിച്ച പ്രവാചകനാണ് യെഹസ്കേൽ. ഇസ്രയേലിനോടാണ് യെഹസ്കേൽ പ്രവചിച്ചത്. ഇനി ഈ കാലഘട്ടത്തിന് പ്രത്യേകതയുണ്ട്. ഇസ്രയേലിൻ്റെ പാപങ്ങൾ ഏറ്റവും പെരുകിയിരുന്ന പാരമ്യത്തിലായിരുന്നൊരു കാലയളവാണിത്. യെഹസ്കേൽ 16:36 മുതൽ
38 വരെയുള്ള ഭാഗങ്ങളാണ് സാറ് ചോദ്യമായി ചോദിച്ചത്. യഹോവ വേശ്യയോട് കാണിച്ച സ്നേഹം. എന്താണ് യഹോവ വേശ്യയോട് കാണിച്ച സ്നേഹം? ഈ ഭാഗം വീണ്ടും ആലങ്കാരിക ഭാഷ മനസ്സിലാക്കാതെ സാറ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ വേശ്യ എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യെരുശലേമിനെ കുറിച്ചാണ്, യെരുശലേം പട്ടണത്തെക്കുറിച്ച്. യഹൂദന്മാരെ ഒരു പെൺകുട്ടിയോടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. സാർ വായിക്കണം, 16-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങളാണ് വായിക്കേണ്ടത്. ഈജിപ്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് യഹൂദന്മാരെ കൊണ്ടുവന്നതിനെ അവരൊരു പെൺകുട്ടിയായി അവിടെ ആലങ്കാരിക ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നു. യഹോവയെ പിന്നീട് ഭർത്താവായി അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഇസ്രായേൽ അന്യദേവന്മാർക്ക് ബലി കൊടുത്ത് അന്യദേവന്മാർ യഹോവയെ ഉപേക്ഷിച്ചു പോയതുകൊണ്ടാണ് വേശ്യ എന്നുള്ളൊരു പദപ്രയോഗം അവിടെ ഉണ്ടായത്. ഇനി ഞാൻ ആ വാക്യങ്ങൾ സാറിനെ വായിച്ച് കേൾപ്പിക്കാം. യെഹെസ്കേൽ 16-ന്റെ സാറ് പറഞ്ഞത് 16-ന്റെ 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ വായിക്കുന്നത് 16-ന്റെ 1 മുതൽ ആദ്യ ഭാഗങ്ങൾ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നീ യെരുശലേമിനോട് അതിൻ്റെ മ്ലേച്ഛതകളെ അറിയിച്ചു പറയേണ്ടത്. അവിടെ വ്യക്തമായി പറയുന്നുണ്ട് ഇത് യെരുശലേമിനെ കുറിച്ചുള്ളതാണെന്ന്. യഹോവയായ കർത്താവ് യെരുശലേമിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്താകുന്നു. നിന്റെ അപ്പൻ അർമോനിയനും അമ്മ ഹിത്യ സ്ത്രീയും അത്രേ. യഹൂദന്മാരെ കുറിച്ചുള്ള ആലങ്കാരിക ഭാഷയിൽ എഴുതപ്പെട്ട ഭാഗമാണിത്. അവിടെ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ യഹൂദന്മാർ പാപം ചെയ്തതുകൊണ്ട് അവരുടെ മ്ലേച്ഛതകളെ ഒരു വേശ്യയോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അല്ലാതെ യഹോവ ഒരു വേശ്യയോട് സംസാരിച്ചിട്ടില്ല. യഹോവ നമ്മളെപ്പോലൊരു മനുഷ്യനല്ലല്ലോ. ഒരു വേശ്യയോട് അപമര്യാദയെ സംസാരിക്കാനോ അല്ലെങ്കിൽ അവളെ അബ്യൂസ് ചെയ്യാതെ സംസാരിക്കാനോ യഹോവ ഒരു മനുഷ്യനല്ലല്ലോ. സാർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. യെരുശലേം പട്ടണത്തെക്കുറിച്ചാണ് ആലങ്കാരിക ഭാഷയിൽ അവിടെ പറയുന്നത്. ഇനി യെഹെസ്കേൽ 16-ന്റെ 20 മുതൽ 20-ഉം 21 വാക്യങ്ങൾ. നീ എനിക്ക് പ്രസവിച്ച നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും നീ എടുത്ത് അവയ്ക്ക് ഭോജന ബലിയായി അർപ്പിച്ചു. നിന്റെ പരസംഗം പോരാഞ്ഞിട്ടോ നീ എൻ്റെ മക്കളെ അറുത്ത് അഗ്നിപ്രവേശനം ചെയ്യിപ്പിച്ച് അവയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. യഹൂദന്മാർ അന്യദൈവങ്ങളെ ആരാധിച്ച് അതിൻ്റെ അന്യദൈവങ്ങളുടെ പ്രീതി കിട്ടുവാൻ വേണ്ടി സ്വന്തം പുത്രന്മാരെ അറുത്ത് തീയിലിട്ട് കൊടുത്തത് യഹോവ ചോദിക്കുകയാണ്. നീ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ച് പോയതെന്നും നീ എന്തിനാണ് മറ്റുള്ള ദേവന്മാരോട് ചേർന്ന് കുഞ്ഞുങ്ങളെ അറുത്ത് അഗ്നിയിലിട്ട് ഹോമം ചെയ്തതെന്ന് യഹോവ ചോദിക്കുന്ന ഭാഗങ്ങളാണിത്. ഇനി സാറ് ചോദിച്ചിരിക്കുന്ന അടുത്ത ഭാഗം യെഹെസ്കേലിൽ തന്നെ 21:9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് സാറ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഒരു വാൾ അത് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു എന്ന് പറയുക. കൊല നടത്തുവാൻ അതിനെ മൂർച്ച കൂട്ടിയിരിക്കുന്നു, മിന്നുവാൻ തക്കവണ്ണം അതിനെ മിനുക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാമോ? അത് എൻ്റെ മകൻ്റെ ചെങ്കോലിനെയും സകല വൃക്ഷത്തെയും നിരസിക്കുന്നു. ഉപയോഗിപ്പാൻ തക്കവണ്ണം അവനത് മിനുക്കുവാൻ കൊടുത്തിരിക്കുന്നു. കൊല്ലുന്നവൻ്റെ കയ്യിൽ കൊടുപ്പാൻ ഈ വാൾ മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു. മനുഷ്യപുത്ര, നിലവിളിച്ച് മുറയിടുക. അത് എൻ്റെ ജനത്തിന്മേലും ഇസ്രായേലിൻ്റെ സകല പ്രഭുക്കന്മാരുടെ മേലും വരും. അവർ എൻ്റെ ജനത്തോടുകൂടി വാളിന് ഏൽപ്പിക്കപ്പെട്ടവരാകുന്നു. ആകയാൽ നീ തുടയിലടിക്കാം. ഇവിടെ പറയുന്ന ഒരു വാൾ, മൂർച്ച കൂട്ടി മിനുക്കി വച്ചിരിക്കുന്ന വാൾ. എന്താണിത് വാൾ? ഇത് യഹോവയുടെ വാളാണ്. ഇതുപയോഗിച്ച് യഹോവ ജനങ്ങളെ സംഹരിച്ചു എന്നാണ് സാറ് പറയുന്നത്. ഇത് യഹോവയുടെ വാളെന്ന് പറയുന്നത്, യഹോവയുടെ വാൾ ഞാൻ പറഞ്ഞല്ലോ ശിക്ഷ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. എന്നാൽ ഈ വാൾ, ഇവിടെ പറയുന്ന മിന്നുന്ന വാൾ ആരുടെ വാളാണ്? സാർ വായിക്കുക 21 യെഹെസ്കേൽ 21 തന്നെ അതേ അധ്യായത്തിൻ്റെ 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, ബാബേൽ രാജാവിൻ്റെ വാൾ വരേണ്ടതിന് നീ 2 വഴി നിയമിക്കാം. ബാബേൽ രാജാവിൻ്റെ വാളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബാബേൽ ചക്രവർത്തി നെബൂഖദ്നേസർ യഹൂദിയെ ആക്രമിക്കുന്ന കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന വാൾ, മിനുക്കി വാൾ വെച്ചിരിക്കുന്നു എന്നൊക്കെ എന്തുകൊണ്ടാണ് പറയുന്നത്? നെബൂഖദ്നേസർ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ളതിൻ്റെ പ്രവചനമാണത്. ഇനി എന്തുകൊണ്ടാണ് ആ വാൾ ഇങ്ങനെ മിനുക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ വളരെ പേടിപ്പിക്കുന്ന രീതിയിൽ പറയുന്നത്? അതങ്ങനെ പറയുന്നതിൻ്റെ കാരണം, അത് വായിച്ച്, ഈ പ്രവചനം വായിച്ച് ഭയന്ന് അവർ യഹോവയെങ്കിലേക്ക് മടങ്ങി വരാൻ, അവർക്കുണ്ടാകാൻ പോകുന്ന നാശത്തെക്കുറിച്ച് ഭയന്ന് അവർ മടങ്ങി വരുവാൻ വേണ്ടിയാണ് മിന്നുന്ന വാൾ,
മിനുക്കി വെച്ചിരിക്കുന്നു, കൊലയ്ക്കായി തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ഭാഷയിൽ അത് എഴുതിയിരിക്കുന്നത്. അത് യഹോവയുടെ വാളല്ല, യഥാർത്ഥത്തിൽ നെബൂഖദ്നേസറിൻ്റെ വാളാണ്. നെബൂഖദ്നേസർ യഹൂദിയെ ആക്രമിക്കുന്നതിനെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്താണ് യഥാർത്ഥത്തിൽ ഒരു ആത്മീയ അർത്ഥമായി ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാക്കാനുള്ളത്? സ്വന്തം ജനമായ യഹോവ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതാണ്. പക്ഷേ ദൈവത്തിൻ്റെ നിയമങ്ങളെ എല്ലാം കാറ്റിൽ പറത്തി തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിഷ്ഠൂരന്മാരായും നികൃഷ്ടന്മാരായും ജീവിച്ചതുകൊണ്ട് അവർക്കൊരു ശിക്ഷ നേരിടേണ്ടി വന്നു. ഇത് ക്രിസ്ത്യാനിക്കുള്ള പാഠമാണ്. ക്രിസ്ത്യാനി ആയതുകൊണ്ട് എല്ലാം തികഞ്ഞു, എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം എന്നൊക്കെ തെറ്റിദ്ധരിച്ച് നടക്കുന്ന പല ക്രിസ്ത്യാനികളുണ്ട്. അവർക്കുള്ള പാഠമാണിത്. തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ക്രിസ്ത്യാനി ആയതുകൊണ്ട് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. മുഖം നോക്കാതെ ശിക്ഷ നടപ്പാക്കുന്ന യഹോവ നീതിയുള്ള ന്യായാധിപതി. യഹോവ ഇതെല്ലാം കാണുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നുള്ള പാഠം. അടുത്ത സാറ് ചോദിച്ചിരിക്കുന്നത് ആമോസിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ആരാണ് ഈ ആമോസ്? ആമോസ് മറ്റൊരു പ്രവാചകനാണ്. ഈ പല പ്രവാചകന്മാരും കോണ്ടംപററീസ് ആയിരുന്നു, അതായത് സമകാലീനന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരേ ആശയങ്ങൾ പല പുസ്തകങ്ങളിലും കാണുവാൻ കഴിയും. ചിലർ യഹൂദിയോട് പ്രവചിച്ചു, ചിലർ ഇസ്രായേലിനോട് യെരുശലേമിനോട് പ്രവചിച്ചു. അങ്ങനെ പല രീതിയിലാണെങ്കിൽ സ്ഥലങ്ങളോടാണെങ്കിൽ പോലും ഏകദേശം ഒരേ കാലയളവിൽ പ്രവചിച്ച പല വ്യക്തികളുമുണ്ട്. അവർ സമകാലീനന്മാരായ പ്രവാചകന്മാരായിരുന്നു. ആമോസ് BC 765 മുതൽ BC 750 വരെ പ്രവചിച്ച ഒരു വ്യക്തിയാണ്. ഇസ്രായേലിനോടാണ് പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇനി ഇസ്രായേലിൻ്റെ കുറ്റങ്ങൾ പറയുന്നു. 4:1 ആമോസ് 4:1 എളിയവരെ പീഡിപ്പിച്ചു, ദരിദ്രന്മാരെ തകർത്തു. ഇസ്രായേലിൻ്റെ കുറ്റങ്ങൾ. 5:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേലിൻ്റെ കുറ്റങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കാം. 10 ഗോപുരത്തിങ്കൽ ന്യായം വിധിക്കുന്നവനെ അവർ ദ്വേഷിക്കുകയും പരമാർത്ഥം സംസാരിക്കുന്നവനെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ എളിയവനെ ചവിട്ടിക്കളയും അവനോട് കോഴയായി ധാന്യം വാങ്ങിക്കുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾ വെട്ടുകൊണ്ട് വീട് പണിയും, അതിൽ പാർക്കയില്ലതാനും. നിങ്ങൾ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കും, അവയിൽ വീഞ്ഞു കുടിക്കുകയില്ലതാനും. നീതിമാനെ ക്ലേശിപ്പിച്ച് കൈക്കൂലി വാങ്ങിക്കുകയും ഗോപുരത്തിങ്കൽ ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളയുകയും ചെയ്യുന്നവരെ, നിങ്ങളുടെ അതിക്രമങ്ങൾ അനവധിയും നിങ്ങളുടെ പാപങ്ങൾ കഠിനവുമെന്ന് ഞാൻ അറിയുന്നു. ഇസ്രായേലിനെതിരെയുള്ള ചാർജസാണ്. അവർ ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളയുന്നു, അന്യായമായി കൊള്ളയിടുന്നു. ഇതെല്ലാം യഹോവയ്ക്ക് സഹിക്കാൻ കഴിയാത്തതാണ്. യഹോവ യഹൂദന്മാർക്ക് കൊടുത്ത ന്യായപ്രമാണത്തിന് അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത നിയമങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തത്. ഇത് യഹോവ പൊറുക്കുകയില്ല. അതുകൊണ്ടാണ് അവർക്കുള്ള ശിക്ഷകൾ ലഭിച്ചത്. ഇനി സാറ് ചോദിച്ച ചോദ്യം ആമോസ് 5:18 ചോദിച്ചത്. യഹോവയുടെ ദിവസം എന്താണ്? യഹോവയുടെ ദിവസം ആ വാക്യം ഞാനൊന്ന് വായിക്കാം. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തു ഗുണം? അത് വെളിച്ചമല്ല, ഇരുട്ടത്രേ. എന്തുകൊണ്ടാണ് യഹോവയുടെ ദിവസം ഇരുട്ടായത്? അവിടെ പറയുന്നു, മേൽപ്പറഞ്ഞ കുറ്റങ്ങൾ പറഞ്ഞതിന് ശേഷമാണത് പറയുന്നത്. മേൽപ്പറഞ്ഞ കുറ്റങ്ങൾ നിങ്ങൾ ചെയ്തതുകൊണ്ട് യഹോവ നിങ്ങളെ സന്ദർശിക്കും. അത് നിങ്ങൾക്ക് കഷ്ടമായി തീരും. അത് സന്തോഷമല്ല, അത് ദുഃഖമായി തീരുമെന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ തെറ്റുകൾ ചെയ്തു. അടുത്തത് നഹൂം പ്രവാചകൻ. BC 664 മുതൽ BC 612 വരെ പ്രവചിച്ച പ്രവാചകനാണ് നഹൂം പ്രവാചകൻ. നിനവെ പട്ടണത്തെക്കുറിച്ചാണ് പ്രവചിച്ചത്. ഇവിടെ ഇസ്രായേലിനെ കുറിച്ചല്ല, നിനവെ പട്ടണത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നിനവെ പട്ടണത്തെക്കുറിച്ചൊരു പ്രവചനം എഴുതിയത്? കാരണം നിനവെ പട്ടണം അശൂർ രാജ്യത്തിൻ്റെ, അസീറിയ എന്ന് പറഞ്ഞ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്. ഈ അസീറിയയാണ് ഇസ്രായേലിനെ ആക്രമിച്ചത്. ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് മുൻപും അവർ പലപ്പോഴായി ചെറിയ ചെറിയ ആക്രമണങ്ങളിലൂടെ യഹൂദന്മാരെ പിടിച്ചുകൊണ്ടുപോവുകയും പീഡിപ്പിക്കുകയും ഇസ്രായേലിനെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ അസീറിയൻ സാമ്രാജ്യം, അതിലെ രാജാക്കന്മാർ. അതുകൊണ്ടാണ് അവർക്കെതിരെ ഒരു പ്രവചനം എഴുതുവാൻ കാരണമായത്. നഹൂം 1:1 വാക്യം സാർ വായിക്കുക. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നഹൂം പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. നിനവയെക്കുറിച്ചുള്ള പ്രവാചകം, എൽക്കശ്യനായ നഹൂമിൻ്റെ ദർശന പുസ്തകം.
നഹൂമിൻ്റെ ദർശന പുസ്തകം നിനവയെക്കുറിച്ചുള്ളത്. ഇത് നിനവേക്കാർക്ക് വേണ്ടി എഴുതിയതാണ്. ഇനി നഹൂം 3:1 ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. രക്തപാതകങ്ങളുടെ പട്ടണത്തിന് അയ്യോ കഷ്ടം, അത് മുഴുവനും വ്യാജവും അപഹാരവും നിറഞ്ഞിരിക്കുന്നു, കവർച്ച വിട്ടുപോകുന്നതുമില്ല. നിനവയെക്കുറിച്ചാണ് പറയുന്നത്. അവർ കവർച്ചക്കാർ, അവർ കവർച്ച ചെയ്യുന്നു, രക്തപാതകം ചെയ്യുന്നു എന്ന് യഹോവ അവരെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക. ഇനി സാറ് ചോദിച്ച ഭാഗങ്ങൾ ഇതാണ്. നഹൂം 3:5-6 ഒരു പെൺകുട്ടിയോട് വളരെ മോശമായി യഹോവ സംസാരിക്കുന്നു, ചെളി വാരി എറിയുമെന്നൊക്കെ പറയുന്നു. യഥാർത്ഥത്തിൽ ഏതാണ് ഈ പെൺകുട്ടി? നിനവെ പട്ടണത്തെക്കുറിച്ചാണ്. നിനവെ പട്ടണത്തെ പെൺകുട്ടിയോട് ഉപമിച്ചിരിക്കുകയാണ്. യഹോവ ഒരു പെൺകുട്ടിയോട് മോശമായി സംസാരിക്കാൻ യഹോവ ഒരു മനുഷ്യനല്ല. യഹോവ നിനവെ പട്ടണത്തോട് സംസാരിക്കുന്ന ഭാഗമാണ് അവിടെ ആലങ്കാരിക ഭാഷയിൽ പെൺകുട്ടിയോട് സംസാരിക്കുന്നതായിട്ട് എഴുതിയിരിക്കുന്നത്. സാറ് വായിച്ച വാക്യങ്ങൾ ഇതാണ്. നഹൂം 3:5-6 വാക്യങ്ങൾ. ഞാൻ നിൻ്റെ നേരെ വരും, ഞാൻ നിൻ്റെ വസ്ത്രാഗ്രങ്ങളെ നിൻ്റെ മുഖം വരെ പൊക്കി, ജാതികളെ നിൻ്റെ നഗ്നതയും രാജ്യങ്ങളെ നിൻ്റെ നാണിടവും കാണിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഞാൻ അമേദ്യം നിൻ്റെ മേലെറിഞ്ഞ് നിന്നെ കുൽസിതയും നിന്ദാവിഷയവുമാക്കും. ഇത് തികച്ചും ആലങ്കാരിക ഭാഷയിൽ എഴുതിയതാണ്. ഒരു പെൺകുട്ടിയോട് പറഞ്ഞതല്ല, നിനവെ പട്ടണത്തോട് പറഞ്ഞാണ്. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? മറച്ചു വച്ചതിനെ പുറത്തു കൊണ്ടുവരും. അസീരിയൻ രാജാക്കന്മാർ ചെയ്ത നികൃഷ്ടങ്ങൾ, അവർ മറവിൽ ചെയ്ത നികൃഷ്ടതകൾ ഞാൻ പുറത്തു കൊണ്ടുവരും, മറ്റുള്ളവരെ അറിയിക്കും. അതുകൊണ്ടാണ് നിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം ഞാൻ പൊക്കി നിൻ്റെ നാണിടം കാണിക്കുമെന്നൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത്. BC 612 നിനവെ പട്ടണം ആക്രമിക്കപ്പെട്ട് തകർക്കപ്പെട്ടു. ബാബിലോണിലും മേദ്യരും ചേർന്നാണ് നിനവെ പട്ടണം തകർത്തത്. അതിനെക്കുറിച്ചുള്ള പ്രവചനമാണ്. നിനവെ പട്ടണത്തിന് വരാൻ പോകുന്ന നാശത്തെക്കുറിച്ചാണ് ഇവിടെ പ്രവാചകനായ നഹൂം എഴുതിയത്. അതൊരു പെൺകുട്ടിയോടല്ല, നിനവെ പട്ടണത്തെക്കുറിച്ചാണ്. സാർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്തത് സെഫന്യ പ്രവാചകൻ. BC 641 മുതൽ BC 610 വരെയുള്ള കാലയളവിലാണ് സെഫന്യാവ് പ്രവചിച്ചിരിക്കുന്നത്. യെരുശലേമിനെയും യഹൂദ്യയെയും കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു. ഇനി സാറ് വായിച്ച വാക്യം സെഫന്യാവ് 1:2. ഞാൻ ഭൂതലത്തിൽ നിന്ന് സകലത്തെയും സംഹരിക്കും. ഭൂമി എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വീണ്ടും ലാൻഡ് എന്നുള്ള അർത്ഥത്തിലാണ്. യെരുശലേമിനെയും യഹൂദ്യയെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സെഫന്യാവ് 1:4. ഞാൻ യഹൂദയുടെ മേലും യെരുശലേമിൻ്റെ സകല നിവാസികളുടെ മേലും കൈനീട്ടും. ഞാൻ ഈ സ്ഥലത്ത് നിന്ന് ബാലിൻ്റെ ശേഷിപ്പിനെയും പുരോഹിതന്മാരുടെയും കൂടെ പൂജാരികളെയും എന്ന് പറഞ്ഞ ആ വാക്യം മുന്നോട്ട് പോകുന്നത്. അവിടെ ശ്രദ്ധിക്കുക, യഹൂദയും യെരുശലേം എന്നവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് ഭൂമിയെ മുഴുവൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, യഹൂദയും യെരുശലേമിനെയും മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. മറ്റൊരു ഭാഗത്തും ഇത് തന്നെ നാം വായിച്ചല്ലോ. ഇനി സെഫന്യാവ് 1:14 സാറ് വായിച്ച മറ്റൊരു ഭാഗം. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അതടുത്തു, അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു കേട്ടോ. യഹോവയുടെ ദിവസം, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. യഹോവയുടെ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് മറ്റൊരു ഭാഗത്തും അതുപോലെ തന്നെ പറഞ്ഞത് അല്പം മുമ്പ് ഞാൻ വായിച്ചല്ലോ. എന്താണ് ഈ യഹോവയുടെ ദിവസം? സെഫന്യാവ് 1:12. ആ കാലത്ത് ഞാൻ യെരുശലേമിനെ വിളക്ക് കത്തിച്ച് ശോധന കഴിക്കുകയും മട്ടിന്മേൽ ഉറച്ചു കിടന്ന് യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന പുരുഷന്മാരെ സന്ദർശിക്കുകയും ചെയ്യും. യഹോവ സന്ദർശിക്കുന്ന ദിവസമാണ് യഹോവയുടെ ദിവസമെന്ന് പറയുന്നത്. അതായത് തെറ്റുകൾ ചെയ്ത് ക്രൂരമായി ഉള്ള പ്രവൃത്തികളൊക്കെയും ചെയ്ത് ജീവിച്ച യഹൂദന്മാരെ, യെരുശലേമിലും യഹൂദയിലുമുള്ള വ്യക്തികളെ സന്ദർശിക്കുന്ന ദിവസമാണ് യഹോവയുടെ ദിവസം എന്ന് പറഞ്ഞ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കുക, മറ്റാരോടുമല്ല പറഞ്ഞിരിക്കുന്നത്, ഇത് യഹൂദന്മാരോട് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതേ സെഫന്യാവിൻ്റെ പുസ്തകത്തിൽ തന്നെ 3-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ സാറൊന്ന് വായിച്ചു നോക്കുക. ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാക്യങ്ങളാണ്. 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കുക, ഇസ്രായേലെ ആർപ്പിടുക, യെരുശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. യഹോവ നിൻ്റെ ന്യായവിധികളെ മാറ്റി നിൻ്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിൻ്റെ രാജാവായ യഹോവ നിൻ്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. അന്നാളിൽ അവർ യെരുശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും.
നിൻ്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിൻ്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. നിൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതെ ഇരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. ലജ്ജാഭാരം വഹിച്ചവളായി നിനക്കുള്ളവരായ സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം അവിടെ പറയുന്നത് സാറൊന്ന് ശ്രദ്ധിക്കുക. ഇനി 20-ാം വാക്യം, ആ കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും ആ കാലത്ത് ഞാൻ നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾ കാണുക, ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിക്കുകയും പ്രശംസയുമാക്കി തീർക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ചിതറിപ്പോയ യഹൂദന്മാരെ മടക്കി കൊണ്ടുവരുമെന്നുള്ള ഒരു പ്രവചനം കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. 1948 ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം എസ്റ്റാബ്ലിഷ് ആയപ്പോൾ ഈ പ്രവചനം നിവൃത്തി വന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചിതറിപ്പോയ യഹൂദന്മാരെല്ലാം മടങ്ങി വരുവാൻ കാരണമായി. അവരെ മടക്കി വരുത്തുമെന്നുള്ളത് യഹോവയുടെ ഒരു പ്രവചനമായിരുന്നു, യഹോവയുടെ വാഗ്ദത്തമായിരുന്നു. യഹൂദന്മാരെ നാസികളും മറ്റും പീഡിപ്പിച്ച് അനേകരെ കൊന്നുകളഞ്ഞെങ്കിലും, അവർ ലോകം മുഴുവനായി ചിതറിപ്പോയെങ്കിലും അവരെയെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ കാരണമായത് യഹോവ തന്നെയാണ്. അതിന് കാരണം യഹോവ അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ശിക്ഷ കൊടുത്തത് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, സ്നേഹിക്കുന്നവരെയാണ് ശിക്ഷിക്കുന്നത്. സ്നേഹമില്ലാത്തവരെ ശിക്ഷിക്കേണ്ട കാര്യമില്ല. എന്തിനാണ് ശിക്ഷിക്കുന്നത്? മടങ്ങി വരാൻ വേണ്ടി ശിക്ഷിക്കുന്നത്. ഒരു സ്നേഹമുള്ള അപ്പൻ മകനെ ശിക്ഷിക്കുന്നത് മകൻ നശിച്ചു പോകാൻ വേണ്ടിയല്ല. തെറ്റ് ചെയ്യുമ്പോൾ അവനെ ശിക്ഷിക്കുന്നത് അവൻ ആ തെറ്റ് മനസ്സിലാക്കാനും മടങ്ങി വരുവാനും തെറ്റ് തിരുത്താനും വേണ്ടിയാണ്. അങ്ങനെ അവരെ ശിക്ഷിച്ചത് അവർ നശിച്ചു പോകാൻ വേണ്ടിയല്ല. അതുകൊണ്ടാണ് യഹോവ തന്നെ അവരെ മടക്കി കൊണ്ടുവന്ന് അവർക്ക് ഇസ്രയേൽ എന്ന് പറഞ്ഞൊരു രാജ്യം എന്ന് കൊടുത്തതും ഇന്ന് ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യം ഈ ലോകത്ത് നിലനിൽക്കുന്നതും യഹൂദന്മാർ അതിൽ താമസിക്കുന്നതും. ഇതുവരെ നമ്മൾ വായിച്ച ഭാഗങ്ങളാണ് യഹോവ സ്നേഹിക്കുന്ന ദൈവമല്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. യഹോവ ശിക്ഷ കൊടുക്കും, ശിക്ഷിക്കും എന്നൊക്കെ ഈ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലുകാരോടാണ് പറഞ്ഞിരിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ BC 722 500 കാലയളവിന് മുമ്പായി മുഴുവൻ നടന്നു കഴിഞ്ഞ കാര്യമാണ്. ആ വാക്യങ്ങളാണ് സാർ എടുത്ത് യഹോവ ക്രൂരനായ ദൈവമാണ്. ഏതോ ഒരു വീഡിയോയിൽ സാറ് പറയുന്നത് കേട്ടു, യഹോവ ഒസാമ ബിൻ ലാദനേക്കാളും മോശമായ ഒരു ടെററിസ്റ്റാണെന്നൊക്കെ. സാറ് വാക്യങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വാക്യം എടുക്കുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പാടുള്ളൂ. സാറത് ചെയ്യാതെ അത് ആരോട് എഴുതി, ആർക്കെഴുതി, ഏത് കാലയളവിൽ, എന്തിനു വേണ്ടി എഴുതി, അതിലുപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാതെ അതിലെ വാക്യങ്ങൾ, ബൈബിളിലെ വാക്യങ്ങൾ എടുത്ത് യഹോവ ക്രൂരനായ ദൈവമാണ്, ലക്ഷക്കണക്കിന് പേരെ കൊന്നതാണ് യഹോവ എന്നൊക്കെ തെറ്റിദ്ധാരണ പുറത്താണ് പറഞ്ഞിരിക്കുന്നത്. സാർ ആ തെറ്റുകൾ തിരുത്തണം. യഹോവ ആരെയും കൊന്നിട്ടില്ല. അന്യായമായി ആരെയും കൊല്ലാൻ യഹോവ ഒരു മനുഷ്യനല്ല. യഹോവ നീതിയുള്ള ന്യായാധിപതിയാണ്. തെറ്റ് ചെയ്താൽ അതാരെ സ്നേഹിക്കുന്നവരായാലും കൊള്ളാം, അല്ലാത്തവരായാലും ശരി, അവരെ ശിക്ഷിക്കണമെന്നുള്ളത് അത് ദൈവനീതിയാണ്. ഇന്ന് നമ്മുടെ കാലയളവിലും നമ്മുടെ പീനൽ കോഡുകളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. മുഖം നോക്കാതെ ശിക്ഷിക്കുക വേണ്ടത്. അത് യഥാർത്ഥത്തിൽ ഇന്നതല്ല നടക്കുന്നതെങ്കിൽ കൂടി യഹോവ ചെയ്തതും ഇസ്രയേലിനോട് ചെയ്തതും അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ മാത്രമാണ്. എന്നാൽ അവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവരെ മടക്കിക്കൊണ്ടുവന്ന് ഭൂമിയുടെ എല്ലാ കോണിൽ നിന്നും അവരെ മടക്കിക്കൊണ്ടുവന്ന് അവർക്ക് രാജ്യം കൊടുത്തതും. അതിപ്പോഴും പൂർണ്ണമായിട്ടില്ല. ഇപ്പോഴും വരാനുള്ളവർ പല രാജ്യങ്ങളിലായി മടങ്ങി വന്നുകൊണ്ടിരിക്കുക. ഈ വാക്യങ്ങളൊന്നും സാറെടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത് യഹോവയുടെ ക്രൂരതയെ കാണിക്കാൻ പറ്റുന്ന വാക്യങ്ങളല്ല. യഹോവ ആരോടും ക്രൂരമായി ഒന്നും ചെയ്തിട്ടില്ല. ക്രൂരനായ ഒരു ദൈവമല്ല യഹോവ. ഇനി സാർ ഈ വായിച്ച അതേ പ്രവചനങ്ങൾ തന്നെ സാർ മുഴുവൻ വായിച്ചിരുന്നെങ്കിൽ മറ്റ് ചില വാക്യങ്ങളൂടെ സാറിന് കിട്ടുമായിരുന്നു. അതായത് യഹോവ ഇസ്രയേലിനെ സ്നേഹിക്കുന്നു, യഹൂദന്മാരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വാക്യങ്ങൾ കൂടെ അതിന് കൂടെ തന്നെ എഴുതിയിട്ടുണ്ട്. സാർ അത് ശ്രദ്ധിച്ചില്ല, വായിച്ചില്ല. ഇനി അങ്ങനെ ചില വാക്യങ്ങളൂടെ ഞാൻ സാറിനെ ഒന്ന് പരിചയപ്പെടുത്താം.
ഇരമ്യാവ് 29:10 വാക്യം. സാർ ഇരമ്യാ പ്രവചനത്തിൽ നിന്ന് പല വാക്യങ്ങളെടുത്ത് യഹൂദന്മാർക്ക് വരുന്ന ശിക്ഷയെക്കുറിച്ച് പറഞ്ഞല്ലോ. 29:10 വാക്യം സാർ ഒന്ന് വായിച്ചു നോക്കുക. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. 70 വർഷത്തിന് ശേഷം നിങ്ങളെ ഞാൻ മടക്കി കൊണ്ടുവരുമെന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇരമ്യാവ് 31:13-14 വാക്യങ്ങൾ. യഹോവ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷമായി അരുളി ചെയ്തു, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് യഹൂദന്മാരോട് അല്ലെങ്കിൽ ഇസ്രായേലിനോട്. അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ഇസ്രായേൽ കന്യകയെ ശ്രദ്ധിക്കുക, ഇസ്രായേലിനെ അവിടെ കന്യകയോട് ഉപമിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. നീ ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്നവരുടെ നിരയിൽ പുറപ്പെടും. നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവും, നിങ്ങൾക്കൊരു സന്തോഷം വീണ്ടും ഞാൻ തരുമെന്നുള്ളത് യഹോവയുടെ വാഗ്ദാനം ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അടുത്തത് ഇരമ്യാ 31:20 വാക്യം. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. ഒരു പിതാവ് ഒരു കുട്ടിയെ ഓർത്ത് കരയുന്നത് പോലെ യഹോവ മനം നൊന്ന് കരയുന്നത് ഈ വാക്യത്തിൽ സാറൊന്ന് ശ്രദ്ധിക്കണം. യിരെമ്യാ 31 അധ്യായം അതിൻ്റെ 20 വാക്യം. എഫ്രൈം എൻ്റെ വാത്സല്യപുത്രനോ ഓമനക്കുട്ടിയോ, ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു. ഞാൻ അവനോട് കരുണ കാണിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു പുത്രനെ ഓർത്ത് വിലപിക്കുന്ന ഒരു പിതാവിനെ പോലെയാണ് യഹോവയുടെ സംസാരിക്കുന്നത്. എഫ്രൈം എൻ്റെ വാത്സല്യം. എഫ്രൈം എന്ന് പറയുന്നത് ഒരു ട്രൈബാണ്, ഒരു ഗോത്രമാണ് ഇസ്രയേലിൻ്റെ. ആ എഫ്രൈമിനെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ വാത്സല്യപുത്രനോ ഓമനക്കുട്ടിയോ, ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോൾ നിനക്ക് ശിക്ഷ വരും എന്ന് ഞാൻ പറയുമ്പോഴൊക്കെയും എൻ്റെ മനസ്സിൽ എനിക്ക് സ്ഥായി തോന്നുന്നു. യഹോവ പറയുന്നത് ശ്രദ്ധിക്കുക. സ്നേഹിക്കാഞ്ഞിട്ടാണോ യഹോവ ഇങ്ങനെ പറയുന്നത്? അടുത്തത് യിരെമ്യാവ് 31:34 വാക്യം. അവിടെ നിങ്ങളുടെ പാപങ്ങളെല്ലാം മോചിച്ചു തരും, നിങ്ങളോട് ഞാൻ ക്ഷമിക്കുമെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. 31:34. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആഭാരവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനിയും ഓർക്കയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേലിനോട് പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പാപങ്ങളൊന്നും ഞാൻ ഇനി ഓർക്കയില്ല, നിങ്ങളോട് ഞാൻ ക്ഷമിച്ചു തരും. അപ്പോൾ ക്ഷമിക്കാനും സ്നേഹിക്കാനും പൊറുക്കാനും എല്ലാം കഴിയുന്ന ഒരു യഹോവയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യഹോവയായ ദൈവമെന്ന് സാറൊന്ന് മനസ്സിലാക്കണം. ഇനി യെശയ്യാവ് 40 മുതൽ 66 അധ്യായം വരെ വായിച്ചാൽ ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും വാക്കുകളാണ് അവിടെ എല്ലാം എഴുതിയിരിക്കുന്നത്. 41:10 മുതൽ 10-11 വാക്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. സഹായിക്കും, ഞാൻ നിന്നോടുകൂടി ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും, നിന്നോട് വാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. അടുത്ത ശ്രദ്ധിക്കുക. 59:1 വാക്യം. രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതവണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ വ്യക്തമായി പറയുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ശിക്ഷ വന്നത്, അല്ലെങ്കിൽ ഞാനും നിങ്ങളും തമ്മിൽ അകലാൻ ഉള്ള കാരണം എന്താണ്? അത് നിങ്ങളുടെ അകൃത്യങ്ങളാണ്, നിങ്ങൾ ചെയ്ത തെറ്റുകളാണ്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നിങ്ങളുടെ പാപങ്ങൾ മൂലമാണ് നിങ്ങളുടെ മുഖം ഞാൻ കാണാതെ എൻ്റെ മുഖം മറച്ചത് എന്ന് യഹോവയോട് പറയുന്നു. അടുത്തത് ഹോശയ, മറ്റൊരു പ്രവാചകൻ ഹോശയ 11:1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ, അവിടെ വീണ്ടും ആലങ്കാരിക ഭാഷ ഉപയോഗിച്ച് ശ്രദ്ധിക്കുക. ഇസ്രായേലിനെ ഒരു ബാലനോട് ഉപമിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. അവരെ വിളിക്കുന്തോറും അവർ വിട്ടകന്നുപോയി. ബാൽ ബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ എഫ്രൈമിനെ നടപ്പാൻ ശീലിപ്പിച്ചു, ഒരു കൊച്ചുകുട്ടിയെ നടത്തി ഒരപ്പൻ
പരിശീലിപ്പിക്കുന്നത് പോലെ നടപ്പാൻ ശീലിപ്പിച്ചു. ഞാൻ അവനെ എൻ്റെ ഭുജങ്ങളിലെടുത്തു. ഒരു കുട്ടിയെ എടുക്കുന്നത് പോലെ യഹോവ ഇസ്രായേലിനെ കയ്യിലെടുത്തു എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കിയെന്ന് അവർ അറിഞ്ഞില്ല. മനുഷ്യപാശങ്ങൾ കൊണ്ട്, സ്നേഹബന്ധനങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവരെ വലിച്ചു, അവരെ സ്നേഹിച്ചു എന്നവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. അവരുടെ താടിയലിന്മേലുള്ള നുകം നീക്കിക്കളയുന്നവനെ പോലെ ഞാൻ അവർക്കായിരുന്നു. ഞാൻ അവർക്ക് തീനിട്ട് കൊടുത്തു. അവൻ മിസ്രയീം ദേശത്തേക്ക് മടങ്ങിപ്പോകയില്ല. എന്നാൽ മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായകൊണ്ട് അശൂര്യർ അവൻ്റെ രാജാവാകും. അവരുടെ ആലോചന നിമിത്തം വാൾ അവൻ്റെ പട്ടണങ്ങളിന്മേൽ വീണു. അവൻ്റെ ഓടാമ്പലുകളെ നശിപ്പിച്ച് ഒടുക്കിക്കളയും. എൻ്റെ ജനം എന്നെ വിട്ട് പിന്തിരിവാൻ ഒരുങ്ങിയിരിക്കുന്നു. അവരെ മേലോട്ട് വിളിച്ചാലും ആരും നിവർന്നു നിൽക്കുന്നില്ല. എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ശ്രദ്ധിക്കുക, എഫ്രൈമേ, ഞാൻ നിന്നെ എങ്ങനെ വിട്ടുകൊടുക്കും? ഇസ്രായേലെ, ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും? ശത്രുക്കളുടെ കയ്യിൽ ഞാൻ നിങ്ങളെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണ് യഹോവ ചോദിക്കുന്നത്. ഞാൻ നിന്നെ എങ്ങനെ ആത്മയെപ്പോലെ ആക്കും? ഞാൻ നിന്നെ എങ്ങനെ സെബോയിമിനെ പോലെ ആക്കി തീർക്കും? എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മറിഞ്ഞുകൊള്ളുന്നു. എൻ്റെ അയ്യോഭാവം ഒക്കെയും ജ്വലിക്കുന്നു. എൻ്റെ ഉഗ്രകോപം ഞാൻ നടത്തുകയില്ല. ഞാൻ എഫ്രൈമിനെ വീണ്ടും നശിപ്പിക്കുകയുമില്ല. ഞാൻ മനുഷ്യനല്ല, ദൈവമത്രേ. നിന്റെ നടുവിൽ പരിശുദ്ധൻ തന്നെ. ഞാൻ ക്രോധത്തോടെ വരികയുമില്ല. ഈ വാക്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധാപൂർവം വായിക്കണം. യഹോവ ക്രൂരനാണോ എന്ന് ഈ വാക്യങ്ങൾ, ആ 8ാം വാക്യം അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ശ്രദ്ധിക്കുക. മൈ ഹാർട്ട് ഈസ് ചേഞ്ച്ഡ് വിതിൻ മീ, ഓൾ മൈ കമ്പാഷൻ ഈസ് അറൗസ്ഡ്. നിങ്ങളെ ഞാൻ എങ്ങനെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും? നിങ്ങളെ എങ്ങനെ ഞാൻ നാശത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കും? എൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള കമ്പാഷനുമാണെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനിയും യഹോവയുടെ മനസ്സ് മാറുന്നത് ശ്രദ്ധിക്കുക. എൻ്റെ ഉഗ്രകോപം ഞാൻ നടത്തുകയില്ല, ഞാൻ വീണ്ടും നിങ്ങളെ നശിപ്പിക്കുകയില്ല എന്ന് അവിടെ യഹോവ ആണയിടുന്നത് ശ്രദ്ധിക്കുക. ഈ ഭാഗങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് യഹോവ ഇസ്രായേലിനെ സ്നേഹിച്ചു എന്ന് തെളിവ് നൽകുന്ന ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ യഹോവ അവരെ ശിക്ഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചെങ്കിൽ പോലും അവരെ സ്നേഹിച്ച് മടക്കി കൊണ്ടുവന്നു എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഒരു ക്രിസ്ത്യാനിക്ക് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള പാഠമെന്ന് പറയുന്നത് യഹോവ അവരെ സ്നേഹിക്കുമ്പോൾ തന്നെ അവർ തെറ്റ് ചെയ്താൽ അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ടത് തെറ്റുകൾ ചെയ്താൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തെറ്റിൽ നിന്ന് മനസ്സ് മാറി മടങ്ങി വരണം. അതാണ് ക്രിസ്ത്യാനിക്ക് ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു പാഠമെന്ന് പറയുന്നത്. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ന്യായാസനത്തിന് മുമ്പേ നിൽക്കേണ്ടതാകുന്നു. ആ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നുള്ള ചിന്ത ക്രിസ്ത്യാനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് ഈ പ്രവചന പുസ്തകങ്ങളിൽ നിന്ന് ഒരു ക്രിസ്ത്യാനിക്ക് ഉൾക്കൊള്ളുവാനുള്ള പാഠം. ഇനിയും സാറ് പുതിയ നിയമത്തിൽ നിന്നാണ് സംസാരിച്ചത്. ഞാൻ പുതിയ നിയമത്തിലേക്ക് വരാം. മുൻപ് പറഞ്ഞ കാര്യം തന്നെയാണ് സാർ വീണ്ടും അവിടെ എടുത്തുദ്ധരിച്ചിരിക്കുന്നത്. പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കും. സാർ ഒന്ന് ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ ഭാഗം ഒരു വാക്യത്തിൻ്റെ പകുതി ഭാഗം സാർ അടർത്തിയെടുത്തതാണ്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ നിന്നാണ് സാർ ഇത് അടർത്തിയെടുത്തിട്ടുള്ളത്. ആ വാക്യം സാറ് മുഴുവൻ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കും. വാക്യത്തിൻ്റെ 2ാമത്തെ ഭാഗമാണ് സാറെടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. അവിടെ ഒരു ആദ്യ ഭാഗമുണ്ട്, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ ഇംഗ്ലീഷിൽ ദർഫോർ എന്ന് എഴുതിയാൽ അതിനർത്ഥം അതൊരു കണ്ടിന്യൂഷനാണ്. അതിന് മുൻപിൽ എന്തോ എഴുതിയിട്ടുണ്ടെന്ന് അതിനർത്ഥം. ആ അർത്ഥം മനസ്സിലാക്കാതെയാണ് സാർ ആ വാക്യത്തെ എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. ഒരു വാക്യത്തെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യുക, ദുർവ്യാഖ്യാനം ചെയ്യുക എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം അത് സാർ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം തന്നെ ഉദാഹരണമായി അതെടുത്ത് പറയാവുന്നതാണ്. ഇനി എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? സാറ് എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പാമ്പിന് ഭയങ്കര ബുദ്ധിയാണെന്ന് ജീവി പറയുന്നു. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. പാമ്പിന് ബുദ്ധിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി സാറ് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റോടെ അവിടെ നടത്തിയിരിക്കുന്നു. പാമ്പിന് ബുദ്ധിയാണെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ ബുദ്ധിക്ക് ഒരു കുഴപ്പമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ബുദ്ധിക്ക് കുഴപ്പമുണ്ടെന്ന് ലോകത്ത് സാറ് മാത്രമേ പറയുകയുള്ളൂ. മറ്റാരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യേശുക്രിസ്തു ബുദ്ധിഭ്രമമുള്ള വ്യക്തിയാണോ
അല്ലയോ എന്നറിയാൻ വേണ്ടി സാറ് ബൈബിളിൽ തന്നെ ഒരു ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. മത്തായിയുടെ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ, 5, 6, 7 അധ്യായങ്ങൾ. വളരെ ഫേമസ് ആയിട്ടുള്ള സെർമൺ ഓൺ ദ മൗണ്ട് അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഗമാണ് ഇത്. ഇത് യേശുക്രിസ്തു ചെയ്ത ഒരു കിടയറ്റ പ്രസംഗമാണ്. ലോകത്തിൽ ചെയ്യപ്പെട്ടിട്ടുള്ള പ്രസംഗങ്ങളുടെ ചരിത്രം എടുത്താൽ അതിലേറ്റവും കിടയറ്റ ഒരു പ്രസംഗങ്ങളിലൊന്നാണ് യേശുക്രിസ്തു ചെയ്ത ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന ഈ പ്രസംഗം അല്ലെങ്കിൽ ഈ മെസ്സേജ്. ഇത് സാറൊന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കണം. ലോകത്തുള്ള അനേകം മഹാന്മാരെ സ്വാധീനിച്ച വചനങ്ങളാണിത്. ലോകത്തുള്ള പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള പല രാജ്യങ്ങളും അവരുടെ നിയമസംഹിതകളും അവരുടെ മോറൽ ലോസ്, എത്തിക്കൽ ലോസൊക്കെ അവർ ഡിസൈൻ ചെയ്തപ്പോൾ അവർ കടമെടുത്ത ആശയങ്ങൾ ഈ പറഞ്ഞ പ്രസംഗത്തിൽ നിന്നാണ്. അങ്ങനെ കിടയറ്റ ആശയങ്ങൾ പറയുവാൻ കഴിഞ്ഞ യേശുക്രിസ്തുവിനെ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിക്ക് പ്രശ്നമുള്ളൊരു വ്യക്തിയെന്ന് ലോകത്തിൽ സാറ് മാത്രമേ പറയുള്ളൂ. അതിൽ കൂടുതൽ എനിക്കതിന് മറുപടി പറയാൻ കഴിയില്ല. ഇനി സാറ് പറഞ്ഞല്ലോ, ജിബി പറഞ്ഞു പാമ്പിന് വളരെ ബുദ്ധി എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അവിടെ ബുദ്ധി എന്ന വാക്ക് അത് ട്രാൻസ്ലേഷൻ ശരിയല്ല എന്ന് ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്. ബുദ്ധി എന്ന വാക്കിന് യഥാർത്ഥത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഫ്രോണിമോയി എന്ന വാക്കാണ്. ഫ്രോണിമോയി എന്ന വാക്കിൻ്റെ അർത്ഥം പ്രൂഡൻ്റ്, ഇംഗ്ലീഷിൽ പ്രൂഡൻ്റ് എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ സിനോണിമസ് ശ്രദ്ധിക്കുക: കെയർഫുൾ, കോഷ്യസ്, സെൻസിബിൾ. അതുകൊണ്ടാണ് കോഷ്യസ് എന്നുള്ളതാണ് ആ ഭാഗത്തിൻ്റെ അർത്ഥം എന്ന് ഞാൻ പഴയ എൻ്റെ വീഡിയോയിൽ തന്നെ പറയുകയുണ്ടായി. പാമ്പിനെ പോലെ നിങ്ങൾ കോഷ്യസ് ആയിരിക്കണം. പാമ്പിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. സാറിനത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് പാമ്പിനെ പോലെ കോഷ്യസ് ആയിരിക്കണം എന്ന് പറയുന്നത്? കാരണം അതിന് തൊട്ട് മുമ്പ് എഴുതിയ ഭാഗമാണ്, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായിയുടെ മുമ്പിൽ ഒരാട് പെട്ടാലുള്ള അവസ്ഥ എന്താണെന്ന് ഞാൻ സാറിനോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒരാടിന് ചെയ്യാൻ കഴിയുന്നത് കോഷ്യസ് ആകുക എന്നുള്ളതാണ്, ചെന്നായുടെ മുമ്പിൽ ചെന്നുപെടാതെ സൂക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പാമ്പിനെ പോലെ നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കുക എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പാമ്പിൻ്റെയും ചെന്നായിയുടെയും അല്ലെങ്കിൽ ആടിൻ്റെയൊക്കെ കാര്യങ്ങൾ യേശുക്രിസ്തു എടുത്ത് പറയുന്നത്? യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു എന്തൊക്കെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ഉപമകളിൽ കൂടിയാണ് സംസാരിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ പാരബിൾസ് എന്ന് പറയും. എന്താണ് ഈ ഉപമകൾ? അത് ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരാശയത്തെ പറയുക. ഒരു കഥ പോലെയോ മനസ്സിലാക്കാൻ എളുപ്പമുള്ളതോ ഉദാഹരണങ്ങളോ കൊടുത്ത് പറയുക. അങ്ങനെ പറയുന്നതുകൊണ്ട് അത് വേഗം വ്യക്തികൾക്ക് മനസ്സിലാകും. അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പാരബിൾ മാത്രമാണ്. അതുകൊണ്ടാണ് പാമ്പിൻ്റെ കാര്യവും പ്രാവിൻ്റെ കാര്യവും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സാറ് മറ്റൊരു കാര്യം പറയുന്നത്, പ്രാവിനെ പോലെ നിഷ്കളങ്കത എന്ന ഭാഗത്തിന് സാറ് പറയുന്നത് പ്രാവ് കാഷ്ടമിടും, ദുർഗന്ധം വമിപ്പിക്കും. ഇങ്ങനെയുള്ളൊരു പ്രാവാണോ ഉദാഹരണമായി പറയുന്നത്? എനിക്ക് പക്ഷിശാസ്ത്രത്തെപ്പറ്റി വലിയ ജ്ഞാനമില്ല. ബേസിക്കായിട്ടൊരു വ്യക്തിക്ക് അറിയേണ്ട കാര്യങ്ങൾ സ്കൂളിൽ പഠിച്ചതും മറ്റു ചില പുസ്തകങ്ങളോ അത് വായിച്ചതിൽ കൂടുതൽ എനിക്കറിവില്ല. കാഷ്ടമിടാത്തൊരു പക്ഷി ലോകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവാൻ സാധ്യതയില്ല. അത് ഭക്ഷണം കൊത്തി തിന്നെങ്കിൽ തീർച്ചയായും വിസർജിക്കണമല്ലോ. പ്രാവ് കാഷ്ടമിടുന്നു, ദുർഗന്ധം വമിപ്പിക്കുന്നു എന്നാണ് പ്രാവിനെതിരെ പറയുന്നത്. സാർ ഒരു കാര്യം മനസ്സിലാക്കുക, യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾ പ്രാവിനെ പോലെ കാഷ്ടമിടാനല്ല പറഞ്ഞത്, പ്രാവിനെ പോലെ നിങ്ങൾ ദുർഗന്ധം വമിപ്പിക്കാനല്ല പറഞ്ഞത്, പ്രാവിൻ്റെ നിഷ്കളങ്കത കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എന്താണ് ഈ പ്രാവിൻ്റെ നിഷ്കളങ്കത? പ്രാവ് നിഷ്കളങ്കമായ ഒരു ജീവിയാണെന്നുള്ളത് ലോകം അംഗീകരിച്ചതാണ്. സമാധാനത്തിൻ്റെ ചിഹ്നമാണ്. അതുകൊണ്ടാണ് വേൾഡ് പീസ് കൗൺസിലിൻ്റെയൊക്കെ ചിഹ്നം, അതിൻ്റെ എംബ്ലത്തിൽ പ്രാവിൻ്റെ പടമുള്ളത്. ലോകത്തിലെ പല പീസ് ഓർഗനൈസേഷൻസിൻ്റെയും എംബ്ലമായിട്ട് അവരെടുത്തിരിക്കുന്ന പ്രാവിൻ്റെ പടം എടുക്കാൻ കാരണം പ്രാവ് സമാധാനത്തിൻ്റെയും നിഷ്കളങ്കതയും പര്യായമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രാവിനെ പോലെ നിഷ്കളങ്കത നിങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതിന് പ്രാവ് കാഷ്ടമിടും, ദുർഗന്ധം വമിപ്പിക്കും എന്നൊക്കെ പറയുന്നത് സാറേ എത്ര മോശമായ കാര്യമാണ്. അതിൽ നിന്ന് പഠിക്കാനുള്ള കാര്യം പ്രാവിൻ്റെ നിഷ്കളങ്കത മാത്രമാണ്. മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. സാറ് വാക്യത്തെ എടുത്ത് വളരെയധികം ദുർവ്യാഖ്യാനം ചെയ്തതിൻ്റെ ഉദാഹരണമാണിത്.
ഇനി പാമ്പിൻ്റെ ഉദാഹരണത്തിൽ നിന്ന് സാറ് ഉണ്ടാക്കിയ ആ പുതിയ അർത്ഥം അത് വളരെ നന്നായി. മനുഷ്യനെ പാമ്പിനെ എവിടെ കണ്ടാലും തല്ലിക്കൊല്ലുന്ന പോലെ ക്രിസ്ത്യാനികളെ എവിടെ കണ്ടാലും തല്ലിക്കൊല്ലണമെന്ന് സാർ അർത്ഥമാക്കിയത് വളരെ നല്ല ഒരു ഇൻ്റർപ്രിട്ടേഷനാണ്. സാറിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് കേരളത്തിൽ, മറ്റ് ലോകത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കേരളത്തിൽ തന്നെ എത്ര മതസ്ഥരുണ്ട്? ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനികളെ മാറ്റി നിർത്തുക, മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തെയോ, പല ജാതികളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ജാതീയ വിഭാഗത്തെയോ സംഘടനയോ അല്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയെക്കുറിച്ചോ അവരെ കാണുന്നിടത്തിട്ട് തല്ലിക്കൊല്ലുകയാണ് വേണ്ടത് എന്ന് പറയാൻ സാറിന് ധൈര്യമുണ്ടോ? സാറ് ധൈര്യപ്പെടില്ല. എന്നാൽ ക്രിസ്ത്യാനികളെക്കുറിച്ച് സാറിന് പറയാം. ക്രിസ്ത്യാനിയെക്കുറിച്ച് അവനെ കൊല്ലണമെന്നോ അവനെ പാമ്പിനെ പോലെ തല്ലിക്കൊല്ലണമെന്നൊക്കെ സാറിന് പറയാം. ഒരു അച്ഛനും ചോദിക്കാൻ വരില്ല, ഒരു കപ്പിയാരും ചോദിക്കാൻ വരില്ല, ഒരു പാസ്റ്ററും ചോദിക്കാൻ വരില്ല, ഒരു ക്രിസ്ത്യാനി സാറിനെതിരെ ചോദിക്കാൻ വരില്ല. അതുകൊണ്ട് തന്നെ ഞാനും ചോദിക്കുന്നില്ല. പക്ഷെ ഒരു ഒറ്റ വാക്ക് ഞാൻ ഈ വിഷയത്തിൽ സാറിനോട് ചോദിക്കട്ടെ. സാർ ഇത്രയും സമൂഹത്തിൽ സമുന്നതനായൊരു വ്യക്തിയല്ലേ? എത്രയോ പേർ സാറിൻ്റെ വാക്കുകൾ അതുപോലെ കേട്ട് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയ്ക്ക് തരം താഴേണ്ട ആവശ്യമുണ്ടോ സാറേ? അതിൽ കൂടുതൽ അതിനെനിക്ക് ഒന്നും മറുപടി പറയാനില്ല. ഇനി സാറ് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഭാഗം ജ്ഞാനക്കനി. ജ്ഞാനക്കനി തിന്നില്ലായിരുന്നെങ്കിൽ ക്രിസ്ത്യാനി തുണി ഉടുക്കുകയില്ലായിരുന്നു. എവിടെ നിന്നാണ് ജ്ഞാനക്കനി എന്നൊരു വാക്ക് സാറിന് കിട്ടിയതെന്ന് എനിക്കറിയില്ല. ജ്ഞാനക്കനി എന്നുള്ള ഒരു കനി ബൈബിളിലില്ല. ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഒരു കനി അത് ജ്ഞാനക്കനിയല്ല, നന്മ തിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷത്തിൻ്റെ ഫലം. ഇംഗ്ലീഷിൽ ട്രീ ഓഫ് ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. നന്മ തിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷത്തിൻ്റെ ഫലം. അത് ജ്ഞാനക്കനിയല്ലല്ലോ. ജ്ഞാനക്കനി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വിസ്ഡമോ അങ്ങനെ എന്തെങ്കിലുമാണ് വരേണ്ടത്. സാറിന് ഏതെങ്കിലും തെറ്റായ ഒരു ട്രാൻസ്ലേഷനിൽ നിന്നാണ് ആ വാക്ക് കിട്ടിയതെങ്കിൽ ഞാനതിന് ഉത്തരവാദിയല്ല. ആരെങ്കിലും എഴുതിയ ബൈബിളുകളും ട്രാൻസ്ലേഷനും ഒന്നും ശരിയാവുകയില്ല. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഘടന അതിനുണ്ട്. അവരംഗീകരിച്ച ട്രാൻസ്ലേഷനിലാണ് അംഗീകൃത ട്രാൻസ്ലേഷനായി ഇന്ന് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടാക്കിയാൽ അതിന് വിലയില്ല, അത് അംഗീകരിക്കപ്പെടുകയില്ല. ജ്ഞാനക്കനി എന്ന വാക്ക് തെറ്റാണ്. നന്മ തിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷത്തിൻ്റെ ഫലം. ഇനി സാറ് പറഞ്ഞല്ലോ ഇത് തിന്നില്ലായിരുന്നെങ്കിൽ ക്രിസ്ത്യാനി തുണി ഉടുക്കിയില്ലായിരുന്നു എന്ന്. അത് പറയാൻ കാരണം ആദമും ഹവ്വയും തുണി ഉടുത്തിട്ടില്ലായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ആരാണ് പറഞ്ഞത് ആദമും ഹവ്വയും തുണി ഇല്ലായിരുന്നു എന്നുള്ളത്? എബ്രായർ 2:7 സാറൊന്ന് വായിക്കണം. എബ്രായർ 2:7. ഞാൻ ആ വാക്യം ഒന്ന് സാറിനെ വായിച്ച് കേൾപ്പിക്കാം. ആദമിനെയും ഹവ്വയും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഉൽപ്പത്തിയിൽ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ബൈബിളിൽ പല ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗം സാറിന് വായിക്കുക. Hebrews chapter 2 verses 7. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. ശ്രദ്ധിക്കുക, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ നഗ്നനായിട്ടല്ല സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ തേജസ് അവന് വസ്ത്രമായിട്ട് കൊടുത്ത അവനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അണിയിച്ചിരിക്കുന്നു എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. തേജസ് കൊണ്ട് നിറഞ്ഞവനായിരുന്നു, തേജസ് കൊണ്ട് മറയ്ക്കപ്പെട്ടവനായിരുന്നു മനുഷ്യൻ. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നു, അവർക്ക് നാണം തോന്നിയില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ലജ്ജ തോന്നിയില്ല. കാരണം അവർക്ക് തമ്മിൽ കാണുവാൻ കഴിയില്ല. ദൈവ തേജസ് കൊണ്ട് അവർ മറയ്ക്കപ്പെട്ടിരുന്നു. ഇനി മറ്റൊന്നുകൂടുണ്ട്. തെറ്റ് ചെയ്യുന്നത് വരെ, യഹോവയുടെ വാക്കുകൾ തെറ്റിച്ച് പാപം ചെയ്ത് കനി തിന്നുന്നത് വരെ തെറ്റെന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു. നന്മ തിന്മകളെക്കുറിച്ച് അവർക്ക് അറിവില്ലായിരുന്നു. നന്മ മാത്രമേ അവർക്കറിയുകയുള്ളായിരുന്നു. ഒരു കൊച്ചുകുട്ടിയെ സാർ ഉദാഹരണം എടുക്കുക. 1 or 2 വയസ്സുള്ളൊരു കുട്ടി വസ്ത്രമൊക്കെ ഇടാതെ പലപ്പോഴും നമ്മുടെ മുമ്പിൽ കൂടെ കുഞ്ഞുങ്ങൾ നടക്കാറുണ്ട്. എന്തുകൊണ്ട് അവർക്ക് നാണം തോന്നാത്തത്? കാരണം തെറ്റെന്താണെന്ന് അവർക്കറിയില്ല. എന്നാൽ മുതിർന്നു വരുമ്പോൾ തെറ്റെന്താണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ തുണിയില്ലാതെ നടന്നാൽ അത് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഇങ്ങനെ പല ചിന്തകൾ ആ കുട്ടികൾക്ക് വരുമ്പോൾ അവർക്ക് നാണം തോന്നുവാൻ തുടങ്ങും.
ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. തെറ്റെന്താണെന്ന് മനസ്സിലായപ്പോൾ ആ തേജസ് അവരെ വിട്ടുപോയി എന്നുള്ളത് മാത്രമല്ല, തെറ്റെന്താണെന്ന് അവർ മനസ്സിലാക്കി. അന്നേരമാണ് അവർക്ക് നാണം തോന്നിയതും അവർ ഇലകളെടുത്ത് വസ്ത്രമായി ഉടുത്തതും. അല്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നഗ്നരായിട്ടല്ല സൃഷ്ടിച്ചത്. ദൈവ തേജസ്സിൻ്റെ വലയം അവർക്ക് ചുറ്റുമുണ്ടായിരുന്നു. സാർ പല വീഡിയോകളിലും പറയുന്നത് കേട്ടു, മനുഷ്യൻ തുണിയില്ലാതെ നടന്നിരുന്ന ക്രിസ്ത്യാനി തുണിയില്ലാതെ നടക്കുമായിരുന്നു ഞാനൊക്കെ ഇനി കഴിച്ചില്ലായിരുന്നെങ്കിൽ. ഒരു തെറ്റായ ഇൻ്റർപ്രിറ്റേഷൻ മാത്രമാണത്. സമയമില്ലാത്തതുകൊണ്ട് അതിൽ കൂടുതൽ ഞാൻ ആ ഭാഗത്തുനിന്ന് സംസാരിക്കുന്നില്ല. ഇനി സാറ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഭാഗം, ബുദ്ധിയില്ലാത്ത മാനസിക വളർച്ചയില്ലാത്ത ആളുകൾ എഴുതിയാണ് ഈ സുവിശേഷം. പാർട്ട് 1 ഞാൻ പറഞ്ഞിരുന്നത് മനുഷ്യരാൽ എഴുതപ്പെട്ടതല്ല, ഇത് ദൈവത്താൽ എഴുതപ്പെട്ടതാണ്. ബൈബിൾ അറിവിന് വേണ്ടി അല്ല സാറേ ബൈബിൾ വായിക്കുന്നത്. അറിവ് കിട്ടുവാൻ വേണ്ടി ലോകത്തിന് അനേക പുസ്തകങ്ങളുണ്ട്, ശാസ്ത്ര പുസ്തകങ്ങളോ ലേഖനങ്ങളോ എഴുത്തുകളൊക്കെ ഉണ്ട്. പക്ഷേ ബൈബിൾ വായിക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടിയാണ്. രക്ഷയുടെ സന്ദേശത്തെക്കുറിച്ചാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ബൈബിളിൻ്റെ ഒന്നാമത്തെ പുസ്തകം മുതൽ അവസാന പുസ്തകം വരെ ഈ ഒരു തീമാണ് ബൈബിളിനുള്ളത്. രക്ഷ, ഒരു മനുഷ്യൻ്റെ രക്ഷ എങ്ങനെ ലഭിക്കും, അതിനുവേണ്ടി മനുഷ്യൻ എന്ത് ചെയ്യണം, ആ ചരിത്രമാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ബൈബിൾ വായിക്കുന്ന അറിവിന് വേണ്ടിയല്ല, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയാണ്. അത് ദൈവത്താൽ എഴുതപ്പെട്ടതാണ്. ഇനി സാർ മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത്, ഫാക്റ്റ് ഫൈൻഡിങ് സൊസൈറ്റി ബൈബിൾ നിരോധിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ ഫാക്റ്റ് ഫൈൻഡിങ് സൊസൈറ്റി? ഞാൻ ഇൻ്റർനെറ്റിലൊക്കെ അന്വേഷിച്ചപ്പോൾ, സെർച്ച് ചെയ്തപ്പോൾ അതിനകത്തെങ്ങും ഒരു ഫാക്റ്റ് ഫൈൻഡിങ് സൊസൈറ്റിയെ പറ്റി ഒരു വെബ്സൈറ്റോ അവരുടെ ഫാക്റ്റ് ഫൈൻഡിങ്ങുകളെക്കുറിച്ചോ കണ്ടില്ല. ഇന്ന് ചായക്കടക്കാരന് പോലും സ്വന്തമായൊരു വെബ്സൈറ്റുള്ള കാലമാണ്. അമേരിക്കയിലെ ചില സുഹൃത്തുക്കളോട് ഞാൻ അന്വേഷിച്ച് നോക്കി. കാരണം അമേരിക്കയിലാണ് ഇങ്ങനെയുള്ള സൊസൈറ്റികളൊക്കെ ആദ്യം അവരുടെ ഹെഡ് ഓഫീസ് തുടങ്ങുന്നത്. അവിടെയും ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ഇനി അങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. ഇങ്ങനെ ഒരു സൊസൈറ്റി വിചാരിച്ചാലും ഈ ബൈബിളിനെ നിരോധിക്കാൻ കഴിയില്ല. നശിച്ചു പോകാനായിരുന്നെങ്കിൽ ഈ ബൈബിൾ പണ്ടേ നശിച്ചു പോകേണ്ടതായിരുന്നു, പ്രത്യേകിച്ച് റോമ സാമ്രാജ്യത്തിൻ്റെ കാലയളവിൽ. AD 100 മുതൽ ഏകദേശം 320 വരെ കോൺസ്റ്റന്റൈൻ ഭരിച്ചിരുന്ന കാലയളവ് വരെ ബൈബിൾ പ്രതികൾ കത്തി നശിപ്പിക്കപ്പെട്ടു. ബൈബിളിൻ്റെ ചുരുളുകൾ, അനേകം ലിറ്ററേച്ചറുകൾ അവർ തീക്കിരയാക്കി. പല രീതിയിലുള്ള പെർസിക്യൂഷൻസ് ഉണ്ടായിട്ടും ഈ ബൈബിൾ അതെല്ലാം അതിജീവിച്ച് ഇന്ന് 2000 വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും നിൽക്കുക. ബൈബിളിനെ അങ്ങനെ നശിപ്പിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല, ഒരു സൊസൈറ്റിയെ കൊണ്ട് കഴിയില്ല. ഇങ്ങനെ ഒരു സൊസൈറ്റിയല്ല, 1000 സൊസൈറ്റികൾ ഒരുമിച്ച് വിചാരിച്ചാലും ബൈബിളിനെ നിരോധിക്കാൻ കഴിയില്ല. സൊസൈറ്റി പൂട്ടിക്കെട്ടുമെന്നല്ലാതെ ബൈബിളിനെ നിങ്ങൾക്ക് നിരോധിക്കാൻ കഴിയുകയില്ല. ഇതൊരു ചലഞ്ചായി വേണമെങ്കിൽ സാർ ട്രൈ ചെയ്ത് നോക്ക്. ഇതേപോലെ സാറിനെ പോലെ തന്നെ ബൈബിൾ നിരോധിക്കണമെന്ന് ആഗ്രഹിച്ച പല മഹാന്മാർ ഈ ലോകത്തുണ്ടായിരുന്നു. ഒരാളാണ് വോൾട്ടയർ എന്ന് പറയുന്ന വ്യക്തി. സാറ് കേട്ടിരിക്കും, സാർ പഠിച്ചിരിക്കും. വോൾട്ടയർ പറഞ്ഞു 100 വർഷത്തിനുള്ളിൽ ബൈബിൾ മ്യൂസിയത്തിൽ മാത്രമേ കാണുകയുള്ളൂ, മറ്റെവിടെയും കാണുകയില്ലെന്ന്. ഇന്ന് വോൾട്ടയർ ഈ ലോകത്തു നിന്ന് പോയി. പക്ഷേ വോൾട്ടയർ ജീവിച്ച താമസിച്ച ബംഗ്ലാവ് ഇന്ന് ബൈബിളിൻ്റെ ഒരു വലിയ വിപണന കേന്ദ്രമാണ്. ബൈബിൾ ഇന്നും നിലനിൽക്കുന്നു. പക്ഷേ വോൾട്ടയർ എവിടെയോ അപ്രത്യക്ഷമായി. ആരും ഓർക്കുന്നില്ല, അറിയുന്നില്ല, കാണുന്നില്ല. അതുപോലെയാണ് ബൈബിളിനെ നിരോധിക്കാൻ ആര് ശ്രമിച്ചാലും അത് കഴിയില്ല. കാരണം ഇത് ക്രിസ്ത്യാനിയുടെ പുസ്തകമല്ല, ഞങ്ങളിതിൻ്റെ കാവൽക്കാരല്ല. ഇത് ദൈവത്തിൻ്റെ, ഒരു ദൈവമുണ്ടെങ്കിൽ, ഒരു ജീവനുള്ള ദൈവമുണ്ടെങ്കിൽ ആ ദൈവമാണ് ഇത് എഴുതിപ്പിച്ചത്, ദൈവമാണ് അത് കാത്തു സൂക്ഷിക്കേണ്ടത്, ദൈവത്തിൻ്റെയാണ് ഉത്തരവാദിത്വം. ഇനി സാറ് പറഞ്ഞിരിക്കുന്ന മറ്റു ചില ഭാഗങ്ങൾ, ബൈബിൾ വായിച്ചാൽ തലചുറ്റി വീഴും, ഹാർട്ട് അറ്റാക്ക് വരും. സാറ് പറഞ്ഞ വാക്യങ്ങൾ വെച്ചിട്ടാണല്ലോ സാറ് പറഞ്ഞത് തലചുറ്റി വീഴുമെന്ന്. ഇത് വായിച്ച് കേൾക്കേണ്ടിയിരുന്ന വ്യക്തികൾ യഹൂദന്മാരാണ്, അവർക്ക് തലചുറ്റലുണ്ടായില്ല. പിന്നെ നമുക്ക് തലചുറ്റേണ്ട കാര്യമില്ലല്ലോ, കാരണം ഇത് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ആലങ്കാരിക ഭാഷ എന്താണെന്നൊക്കെ മനസ്സിലാക്കാതെ വായിക്കുന്നവർക്കാണ് ഉണ്ടാവുന്ന സാറ് പറയുന്നത്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. അങ്ങനെ ആർക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതായോ തലചുറ്റലുണ്ടായതായിട്ടോ കേട്ടുകേൾവികൾ പോലുമില്ല. എന്നാൽ അനേകം ജനങ്ങളെ നല്ലതിലേക്ക്, നല്ല വഴിയിലേക്ക്, ധർമ്മത്തിലേക്ക് നടത്തിയ പുസ്തകമാണ് ബൈബിൾ. ദ ബുക്ക് ദാറ്റ് ട്രാൻസ്ഫോംഡ് മെനി ലൈഫ്സ്. നരഭോജികളായിരുന്ന ആഫ്രിക്കക്കാരെ നരസ്നേഹികളാക്കിയ പുസ്തകം ബൈബിളാണ്. ഇന്നും തെറ്റ് ചെയ്തും വളരെ മോശമായ സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന പല മനുഷ്യർ
ഈ ബൈബിളിലെ വചനങ്ങൾ വായിച്ച, ബൈബിളിലെ സ്നേഹം മനസ്സിലാക്കിയ അവർ നല്ല വഴിക്ക് നടന്നിട്ടുള്ളത്. 100 കണക്കിന് ആളുകളുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ സാറിനോട് പറയുന്നത്. ഇത് തലചുറ്റി വീഴാനോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനോ എഴുതുന്ന ഈ പുസ്തകമല്ല. ഇത് മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള പുസ്തകമാണ്. സാറ് വായിച്ച ഭാഗങ്ങളൊക്കെ അത് കഴിഞ്ഞു പോയതും അത് എന്തുകൊണ്ട് എഴുതി, ഏത് പശ്ചാത്തലത്തിൽ എഴുതി, ആരോട് എഴുതി എന്നുള്ളതെല്ലാം ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ബൈബിൾ സ്നേഹത്തിൻ്റെ പുസ്തകമാണ്. ഇനി സാറിനോട് ചില വാക്യങ്ങളോടൊന്ന് വായിച്ച് കേൾപ്പിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ബൈബിൾ സ്നേഹത്തിൻ്റെ പുസ്തകമാണ്. ബൈബിൾ സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് യോഹന്നാൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇനി മറ്റൊരു വാക്യം, മാത്യു 22, മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പന വലിയത് എന്ന് ചോദിച്ചു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണമെന്ന്. ഇതാകുന്നു വലിയതും ഒന്നാമത്തതുമായ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. എന്നിട്ട് പറയുന്നു, ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറയുന്നത് ശ്രദ്ധിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം, അതുപോലെ തന്നെ നിൻ്റെ ദൈവത്തെ നീ പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കണം. ഇതിലാണ് സകല കൽപ്പനകളും ന്യായപ്രമാണം മുഴുവൻ, ബൈബിളിലെ സകലവിധ കൽപ്പനകളും അടങ്ങിയിരിക്കുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, ബൈബിൾ പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. മനുഷ്യനും ദൈവം തമ്മിലുള്ള സ്നേഹം, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സ്നേഹം എന്ന് ഞാൻ അവിടെ പറഞ്ഞത്. ഇത് എൻ്റെ തിയോളജിയല്ല, ഇത് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് വ്യക്തമായി ആ മത്തായിയുടെ സുവിശേഷം, സാർ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കുക, മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. ഇനി ആദ്യം നമ്മൾ വായിച്ചത് അവിടെ എഴുതിയിരിക്കുന്നു, ലോകത്തെ സ്നേഹിച്ചു, ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അടുത്തത് റോമർ 5:8, പുതിയ നിയമത്തിൽ റോമൻസ് ചാപ്റ്റർ 5:8, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ വാക്യം സാറൊന്ന് വായിക്കുക. ഇവിടെ എല്ലാം ഇതുപോലെ 100 കണക്കിന് വാക്യങ്ങൾ എനിക്ക് ഉദാഹരണമായി എടുത്ത് പറയാൻ കഴിയും. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്. ഇനി ദൈവത്തിൻ്റെ കൽപ്പന മനുഷ്യൻ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ളതാണ്. ഇനി ചോദ്യം, ഇത് ക്രിസ്ത്യാനി ചെയ്യുന്നുണ്ടോ? അതൊരു ചോദ്യം തന്നെയാണ്. ചെയ്തിട്ടില്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് അതിൻ്റെ ശിക്ഷയുണ്ടായിരിക്കും. ക്രിസ്ത്യാനി ആയതുകൊണ്ട് നല്ലവനാണെന്ന് യാതൊരു നിബന്ധനയുമില്ല. ക്രിസ്ത്യാനികളെല്ലാം നല്ലവരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ഇതിൽ പറഞ്ഞ വചനങ്ങളുടെ വെളിച്ചത്തിൽ ഇതാണ് ഇതിൻ്റെ അർത്ഥം, സ്നേഹം എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ വിഷയം. അടുത്തതായി സാറിനോട് ഞാൻ ചില വാക്കുകൾ പറയട്ടെ. സാറിനോട് പ്രത്യേകിച്ച് വൈരാഗ്യമുണ്ടായിട്ടോ ഒരു ദേഷ്യമുണ്ടായിട്ടോ അല്ല ഞാൻ ഈ വീഡിയോ പുറത്തിറക്കുന്നത്. സാറിനെ ഞാൻ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, സാറിനെ എനിക്കറിയില്ല. ഞാൻ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ സംഘടനയുടെയോ സഭയുടെയോ വക്താവല്ല. അങ്ങനെ ഒരു കൂട്ടത്തിന് വേണ്ടിയല്ല ഞാൻ സാറിനോട് സംസാരിക്കുന്നത്. പക്ഷേ ഈ ബൈബിൾ സത്യമാണെന്ന് പഠിച്ച് മനസ്സിലാക്കി അതിനെതിരെ സാറ് പറയുന്നതുകൊണ്ട് അതിന് മറുപടിയായിട്ടാണ് ഞാനത് പറയുന്നത്. സാറിനോടുള്ള വിരോധമോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി അല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. ഇനി ബൈബിളിനെതിരെയുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് സാറ് പല വീഡിയോകളിലായി, ഡസൻ കണക്ക് വീഡിയോകളിലായി സാറ് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും കേട്ട് ഞാനതിന് മറുപടി മനഃപൂർവ്വം പറയാത്തതാണ്. എന്നാൽ സാറ് എന്നോട് നേരിട്ട് ചോദിച്ചുകൊണ്ടാണ് സാറിന് നേരിട്ടൊരു മറുപടിയായിട്ട് ഈ വീഡിയോയിൽ ഇതിൻ്റെ മറുപടി ഞാൻ തന്നിട്ടുള്ളത്. ഇനി സാറ് പള്ളികളിൽ നടക്കുന്ന കൊടിമരം വെക്കുക, അതുപോലെ തന്നെ നിലവിളക്ക് സ്ഥാപിക്കുക, ആന എഴുന്നള്ളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ സാറ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനൊന്നും എനിക്കൊരു മറുപടി പറയാനില്ല. അത് സാറ് പറയുന്നത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്ക്. ഇതിനെയൊക്കെ എതിരെ ചോദ്യം ചെയ്യാൻ സാറിന് അവകാശമുണ്ട്. എന്നാൽ ബൈബിളിലെ വാക്യങ്ങളെടുത്ത് അതിന് തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് അത് മോശമാണെന്ന് വരുത്തി തീർക്കുന്നത് അത് ശരിയല്ല സാറേ. അത് പഠിച്ച വ്യക്തിക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ കഴിയൂ. ഞാൻ അതുകൊണ്ടാണത് മുൻപേ പറഞ്ഞത്. സാറിൻ്റെ വിഷയമല്ല ബൈബിൾ. സാറത് പഠിക്കാതെ മനസ്സിലാക്കാതെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ് ചെയ്യുന്നത്.
ഇനിയും സാറ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം മതപരിവർത്തനം നടക്കുന്നു, ക്രിസ്ത്യാനികൾ ഹിന്ദു മതവിശ്വാസികളെ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള വിഷമം കൊണ്ടാണെങ്കിൽ സാർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഹിന്ദു മതവിശ്വാസികളെ, സാറിൻ്റെ കൂട്ടരെ സാർ ബോധവൽക്കരിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഭാരത സംസ്കാരത്തെക്കുറിച്ചും ഹിന്ദു മത സംസ്കാരത്തെക്കുറിച്ചും അതിനെക്കുറിച്ചെല്ലാം അവരെ ബോധവൽക്കരിക്കുകയല്ലേ ചെയ്യേണ്ടത്. അതിനു പകരം ബൈബിൾ എടുത്ത് യഹോവ ക്രൂരനാണെന്നും നിഷ്ഠൂരനാണെന്നും ടെററിസ്റ്റാണെന്നും ഒക്കെ പറയുന്നത് അത് ശരിയല്ല. ബൈബിളിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങൾ തെറ്റിദ്ധാരണ വരുത്തുന്നത് അത് ശരിയല്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതികരണവുമായിട്ട് ഞാൻ സാറിന് മുമ്പിൽ വന്നത്. ഇനി സാറ് പറയുന്ന മറ്റൊരു ഭാഗം, ജനങ്ങൾ പാപികളാണ്, മനുഷ്യർ പാപികളാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങൾ മതം മാറ്റം നടത്തുന്നു. മനുഷ്യൻ പാപിയാണോ അല്ലയോ എന്നുള്ളത് അറിയാൻ ഒരു പത്രം എടുത്ത് വായിച്ചാൽ മതി. ഒരു ദിവസത്തെ പത്രത്തിൽ തന്നെ എന്തെല്ലാം അധർമ്മങ്ങളാണ് നടക്കുന്നത് നാം വായിക്കുന്നത്. എന്തെല്ലാം കൊലപാതകങ്ങൾ, കൂട്ടബലാത്സംഗങ്ങൾ, അതുപോലെ കൊള്ളകൾ, എന്തെല്ലാം അനീതികൾ, പിടിച്ചുപറികൾ, ഇതെല്ലാം നാം സാറ് വായിക്കുന്നില്ലേ? ഇതെല്ലാം നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ സമൂഹം പാപം ചെയ്യുന്നില്ല എന്ന് സാറിന് എങ്ങനെ പറയാൻ കഴിയും? ഇത് പത്രത്തിൽ വരുന്നത് ഏകദേശം 1% പത്രത്തിൽ വരാത്ത എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നു. അപ്പോൾ മനുഷ്യൻ പാപം ചെയ്യുന്നുണ്ട്, അതില്ലെന്ന് സാറിന് സമ്മതിക്കാൻ കഴിയത്തില്ല. ഇനി മനുഷ്യൻ പാപിയായിട്ട് തന്നെയാണ് ജനിക്കുന്നത്. കൊച്ചു കുട്ടികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. കൂടെ പഠിക്കുന്ന കുട്ടിയെ കൊല്ലുക, കളിപ്പാട്ടം ചോദിച്ച് അത് വാങ്ങിച്ചു കൊടുക്കാത്ത അച്ഛനെ കൊല്ലുക, ഇതൊക്കെ നന്മയുടെ പ്രതീകമാണ്. ഇതൊക്കെ എങ്ങനെ കൊച്ചുകുട്ടികൾ പഠിച്ചു? ഇതൊക്കെ പാപത്തിൽ മനുഷ്യൻ ഉരുവായി, പാപത്തിൽ മനുഷ്യൻ ജനിച്ചു എന്നുള്ളതിന് തെളിവാണ്. ഈ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ എന്തെങ്കിലും കർമ്മം ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം മനുഷ്യൻ പാപിയായ മനുഷ്യനാണ്. പാപിയായ മനുഷ്യൻ്റെ കർമ്മത്തിന് ഒരു പ്രാധാന്യവുമില്ല. എന്നാൽ പാപം ചെയ്യാത്തൊരു വ്യക്തി മനുഷ്യൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് യാഗമായിട്ടുണ്ട്. അതാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. പാപമില്ലാത്ത യേശുക്രിസ്തുവിന് മാത്രമേ മനുഷ്യരുടെ പാപം ഏറ്റെടുക്കാൻ കഴിയുള്ളൂ, പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യുവാൻ കഴിയുള്ളൂ. ആ സന്ദേശമാണ് ഞങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത്. ഇത് മതം മാറ്റമല്ല, മതം മാറിയതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് സാറ് ദയവ് ചെയ്ത് ബൈബിളിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അവസാനിപ്പിക്കുക. അതിനു പകരം ക്രിസ്ത്യാനികൾക്കിടയിലുള്ള തെറ്റായ രീതികൾക്കൊക്കെ എതിരെ സാറിന് പറയാം. അതിന് സാറിന് അവകാശമുണ്ട്. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഒരു വ്യക്തി എഴുന്നേറ്റ് ക്രിസ്ത്യാനികൾക്കെതിരെ സംസാരിക്കേണ്ടത്, ഈ തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾക്കെതിരെ സംസാരിക്കേണ്ടത്. അതുകൊണ്ട് സാറ് ഈ വീഡിയോ കണ്ട് സാറിൻ്റെ തെറ്റുകൾ തിരുത്തുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആയുസ്സും ആരോഗ്യവും തരട്ടെ. സാറിൻ്റെ കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ നന്മകളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.